Good afternoon. ഷെയർ ചെയ്തേക്കുന്ന സ്ക്രീൻ ഓക്കെ ആണോ നിങ്ങൾക്ക്? ആണോ? യെസ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എവിടെ വരെയായിരുന്നു നമ്മൾ ഇനി നമുക്ക് പഠിക്കാനുള്ളത് മെറിറ്റ്സ് ഓഫ് ഇന്റർവ്യൂ അല്ലേ? അവിടെ മുതലല്ലേ നമുക്ക് ഇനി ചെയ്യേണ്ടത്? പഠിക്കാനുള്ളത് മെറിറ്റ്സ് ഓഫ് ഇന്റർവ്യൂ അല്ലേ സ്റ്റാർട്ട് ചെയ്യണ്ടേ? ഓക്കെ. കഴിഞ്ഞ ക്ലാസ്സിൽ ഉണ്ടായിരുന്ന കുട്ടികൾ ഒന്ന് തമ്പിടണേ. നമ്മൾ പല ക്ലാസ്സിൽ കയറുന്നോണ്ടേ അതാണ് നിങ്ങളോട് ഒന്നോടെ കൺഫേം ചെയ്തിട്ട് ക്ലാസ് തുടങ്ങുന്നത്. മെറിറ്റ്സ് ഓഫ് ഇന്റർവ്യൂ മുതലല്ലേ നമ്മൾ ഇനി സ്റ്റാർട്ട് ചെയ്യേണ്ടത് അല്ലേ? കഴിഞ്ഞ ക്ലാസ്സിൽ ആരും ഉണ്ടായിരുന്നില്ലേ? ബുഷ്റ, രജിത, അനു? യെസ്. നിങ്ങൾ ഒരു തമ്പിട്ട് എനിക്ക് കൺഫേം ചെയ്യാലോ, അതാണ് ജസ്റ്റ് ഒന്നുകൂടി ചോദിച്ചത്. എന്താണ് നമ്മൾ ഇനി നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത്? മെറിറ്റ്സ് ഓഫ് ഇന്റർവ്യൂ. ഇന്റർവ്യൂവിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്? മെറിറ്റ്സ് എന്തൊക്കെയാണ്? Interview is advantages for both the employers and the job seekers in the following way. ഈ ഇന്റർവ്യൂ എംപ്ലോയറിനും ജോബ് സീക്കേഴ്സ് എന്ന് പറഞ്ഞാൽ ജോലി അന്വേഷിക്കുന്നവർക്കും ഒരുപോലെ പ്രയോജനപ്രദമാണ് ഈ ഇന്റർവ്യൂ എന്ന് പറയുന്നത്. ഈ ഇന്റർവ്യൂ നടത്തുന്നത് ഇന്റർവ്യൂയിലൂടെ എംപ്ലോയറിനും അതുപോലെ തന്നെ ജോബ് സീക്കേഴ്സിനും ജോലി അന്വേഷിക്കുന്നവർക്കും ഒരുപോലെ പ്രയോജനപ്രദമാണ്, അഡ്വാൻറ്റേജസ് ആണ്. അതിനകത്ത് ഓരോന്നും കൊടുത്തിട്ടുണ്ട്. എംപ്ലോയറിന് എന്താണ് അഡ്വാൻറ്റേജ്? എംപ്ലോയേഴ്സ് അഡ്വാൻറ്റേജ് ഓഫ് ഇന്റർവ്യൂ ഫോർ എംപ്ലോയേഴ്സ് ആർ ദ ഫോളോവേഴ്സ്. ഒരു ഇന്റർവ്യൂ കൊണ്ട് ഈ എംപ്ലോയറിനുള്ള അഡ്വാൻറ്റേജ് എന്തൊക്കെയാണ്? തൊഴിലുടമ എംപ്ലോയർ. ഓക്കെ, ഒന്നാമത്തെ എന്താ? പ്രൊവൈഡ് ഇൻഫർമേഷൻ അബൌട്ട് ദ ജോബ് സീക്കിംഗ് കാൻഡിഡേറ്റ്സ്. എന്തിട്ടുണ്ടോ ഇന്റർവ്യൂയിലൂടെ ജോലി അന്വേഷിക്കുന്ന കാൻഡിഡേറ്റ്സിനെ കുറിച്ചുള്ള വിവരങ്ങൾ പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. വിവരങ്ങൾ ലഭിക്കാൻ ഇന്റർവ്യൂയിലൂടെ സാധ്യമാകും. An interview helps an employer in gathering the complete information about the candidates looking for the job. ജോലി അന്വേഷിക്കുന്ന കാൻഡിഡേറ്റ്സിനെ കുറിച്ചുള്ള പൂർണ്ണമായിട്ടുള്ള വിവരങ്ങൾ ശേഖരിക്കാൻ ഇന്റർവ്യൂ എംപ്ലോയറിനെ സഹായിക്കും. Dash help an employer. ആ സെന്റൻസ് അണ്ടർലൈൻ ചെയ്തിടാം. ഫസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്യാൻ. An interview obtain information about the individual pertaining to his cultural and educational background, work experience, intelligence, quotient, communication skill, personality type, interest, social behavior. ഇനി അതുകൂടാതെ ഇന്റർവ്യൂ എന്ത് ചെയ്യുന്നു? ഒബ്റ്റെയിൻ ആൻഡ് ഇൻഫർമേഷൻ. ഇന്റർവ്യൂയിലൂടെ ഈ തരത്തിലുള്ള ഇൻഫർമേഷൻസ് ലഭ്യമാകാനായിട്ട് സാധ്യമാക്കുന്നു. about an individual pertaining to his എന്തൊക്കെ? അവരുടെ കാൻഡിഡേറ്റ്സിന്റെ കൾച്ചറൽ ആയിട്ടുള്ള എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ടുകള്, അവരുടെ വർക്ക് എക്സ്പീരിയൻസ്, ഇന്റലിജന്റ് ക്വോഷ്യന്റ്, കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, പേഴ്സണാലിറ്റി ടൈപ്പ്, അവന്റെ ഇൻട്രസ്റ്റ്, സോഷ്യൽ ബിഹേവിയർ തുടങ്ങിയവുമായി ബന്ധപ്പെട്ട വിവരങ്ങള് ഒരു ഇന്റർവ്യൂയിലൂടെ എംപ്ലോയറിന് ലഭിക്കും. ഫസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്തത്. രണ്ടാമത്തെ സെന്റൻസ് നോക്കാട്ടോ. എന്തൊക്കെയാണ് ഇന്റർവ്യൂയിലൂടെ ഈ പറയുന്നത്? അതായത് നമ്മൾ പറഞ്ഞു അവന്റെ കൾച്ചറൽ എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ട്, വർക്ക് എക്സ്പീരിയൻസ്, ഇന്റലിജൻസ് ക്വോഷ്യന്റ്, കമ്മ്യൂണിക്കേഷൻ സ്കിൽ, പേഴ്സണാലിറ്റി ടൈപ്പ്, ഇൻട്രസ്റ്റ് ആൻഡ് സോഷ്യൽ ബിഹേവിയർ തുടങ്ങിയവുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ ഇന്റർവ്യൂയിലൂടെ എംപ്ലോയറിന് ലഭിക്കും. ഇനി രണ്ടാമത്തെ നോക്കിയേ. ഹെൽപ് ടു സെലക്ട് എ റൈറ്റ് കാൻഡിഡേറ്റ്സ്. ശരിയായിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ സെലക്ട് ചെയ്യാൻ ഇന്റർവ്യൂ ഹെൽപ്പ് ചെയ്യും. ആരെ? എംപ്ലോയറിനെ. എംപ്ലോയറിനുള്ള ഒരു അഡ്വാൻറ്റേജ് ആണ് കേട്ടോ ഈ പറയുന്നത്. ഹെൽപ് ടു സെലക്ട് ആൻഡ് റൈറ്റ് കാൻഡിഡേറ്റ്. ശരിയായിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ സെലക്ട് ചെയ്യാൻ ഇന്റർവ്യൂ ഹെൽപ്പ് ചെയ്യും. An interview facilitate face-to-face conversation with the interviewer with the candidate. Right? ഇന്റർവ്യൂവറും കാൻഡിഡേറ്റ്സും തമ്മിലുള്ള ഫേസ് ടു ഫേസ് കോൺവെർസേഷൻ ആണ് ഇന്റർവ്യൂ. അതിനുള്ള സൗകര്യം ഒരുക്കുന്നു. ഫസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്യാം. Thus, an interviewer can make an accurate decision about the selection or rejection of the candidates. അപ്പോ അതായത് ആ കോൺവെർസേഷനിലൂടെ ഇന്റർവ്യൂവറിന് കൃത്യമായിട്ടുള്ള ഒരു തീരുമാനം എടുക്കാം. ആ കാൻഡിഡേറ്റ്സിനെ സെലക്ട് ചെയ്യണോ അതോ റിജക്ട് ചെയ്യണോ എന്നുള്ള ആക്യുറേറ്റ് ഡിസിഷൻ, കൃത്യമായിട്ടുള്ള തീരുമാനങ്ങൾ ഇന്റർവ്യൂവിലൂടെ എടുക്കാൻ പറ്റും. സെക്കൻഡ് സെന്റൻസും അണ്ടർലൈൻ ചെയ്യാം. A personal interview is the best option to used by the interviewers while selecting the right person for the right job. Underline ചെയ്ത മൂന്നാമത്തെ സെന്റൻസും അണ്ടർലൈൻ ചെയ്തതാണ്. Dash interview is the best option.
ഏതാണ്? പേഴ്സണൽ ഇന്റർവ്യൂ is the best option used by the interviewers. Interviewers ഉപയോഗിക്കുന്ന ഏറ്റവും നല്ലൊരു ഓപ്ഷൻ ആണ്. പിന്നെ ശരിയായ ജോലിക്ക് ശരിയായ വ്യക്തിയെ സെലക്ട് ചെയ്യാൻ. ഏത്? പേഴ്സണൽ ഇന്റർവ്യൂ. ഇനി മൂന്നാമത്തെ നോക്കിയേ, ഇംപ്രൂവ്സ് ഗുഡ് വിൽ ഓഫ് എംപ്ലോയർ. ഇനി എന്താ പറയുന്നേ? എംപ്ലോയറിന്റെ ഗുഡ് വില്ല് ഇംപ്രൂവ് ചെയ്യാൻ, മെച്ചപ്പെടുത്താൻ ഇന്റർവ്യൂ സഹായിക്കും. മൂന്നാമത്തെ പോയിന്റ് എന്താ? ഇംപ്രൂവ്സ് ഗുഡ് വിൽ ഓഫ് എംപ്ലോയേഴ്സ്. എംപ്ലോയറിന്റെ സൽകീർത്തി മെച്ചപ്പെടുത്താൻ ഇന്റർവ്യൂയിലൂടെ സാധ്യമാകും. An interview acts as a public relation tool. ഇന്റർവ്യൂ എന്തായിട്ട് പ്രവർത്തിക്കുന്നേ? ഒരു പബ്ലിക് റിലേഷൻ ടൂൾ ആയിട്ട്. Act as a public relation tool. ഫസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്യാം. An interview must be administrated properly in a congenial environment. എങ്ങനെയുള്ള ഒരു അന്തരീക്ഷത്തിലായിരിക്കണം? ഒരു സൗഹൃദപരമായിട്ടുള്ള അന്തരീക്ഷത്തിലായിരിക്കണം ഇന്റർവ്യൂ അഡ്മിനിസ്ട്രേറ്റ് ചെയ്യാനായിട്ട്, നടത്താനായിട്ട്. ഒരു നല്ലൊരു സൗഹാർദ്ദപരമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിലായിരിക്കണം. The candidates called for an interview should be dealt with the dignity and respect. അതായത് ആ കാൻഡിഡേറ്റ്സിനോട്, ഇന്റർവ്യൂവിനോട് വിളിക്കുന്ന കാൻഡിഡേറ്റ്സ് ഇല്ലേ, അവരോട് നല്ലൊരു എന്താ പറയാ, ബഹുമാനത്തോടും ഡിഗ്നിറ്റി, അന്തസ്സോടും കൂടി എന്താണ് പെരുമാറണം. അവരോട് അതേ, അവർക്ക് ഒരു ഡിഗ്നിറ്റി, അവരോട് ഒരു റെസ്പെക്ട് കാണിക്കണം. There should be an effort towards the making the candidates feel happy about the employer, irrespective of being selected or rejected. അപ്പൊ അങ്ങനെ നല്ലൊരു ഡിഗ്നിറ്റി അല്ലെങ്കിൽ റെസ്പെക്ട് കാണിക്കുമ്പോൾ കാൻഡിഡേറ്റ്സ് എന്താ, ഒരു സന്തോഷം വരും അല്ലേ? മേക്കിംഗ് കാൻഡിഡേറ്റ്സ് ഫീൽ ഹാപ്പി അബൌട്ട് ദ എംപ്ലോയർ. എംപ്ലോയറിനെ കുറിച്ചൊരു സന്തോഷം ഉണ്ടാകും അല്ലെ? ഒരു മതിപ്പ് വരും. എന്ത്? അവര് സെലക്ട് ചെയ്തോ റിജക്ട് ചെയ്തോ എന്ന് പരിശോധിക്കാതെ തന്നെ, അത് പരിഗണിക്കാതെ തന്നെ എംപ്ലോയറിനോട് നല്ലൊരു സൗഹൃദം, ഒരു സന്തോഷം തോന്നാനായിട്ട് കാരണമാകും. Thus, a good interview section always add to goodwill of the employer. അങ്ങനെ നല്ലൊരു ഇന്റർവ്യൂ സെക്ഷൻ എന്ത് ചെയ്യുന്നു? എംപ്ലോയറിന് ഒരു നല്ലൊരു സൽകീർത്തി ഉണ്ടാക്കുന്നു. ലാസ്റ്റ് സെന്റൻസും അണ്ടർലൈൻ ചെയ്യാം. സെക്കൻഡ് സെന്റൻസും അണ്ടർലൈൻ ചെയ്യാം. Candidates called for an interview should be dealt with the dignity and respect. മാന്യമായിട്ടും ബഹുമാനത്തോടു കൂടി കാൻഡിഡേറ്റ്സിനോട് പെരുമാറണം. അങ്ങനെ വരുമ്പോ കാൻഡിഡേറ്റ്സിന് ഒരു സന്തോഷം ഉണ്ടാവും അല്ലെ? എംപ്ലോയറിനോട് ഒരു സന്തോഷം ഉണ്ടാവുന്നു. അവര് സെലക്ട് ചെയ്താലും അല്ലെങ്കിലും. സെലക്ട് ചെയ്തില്ല എന്ന് വെച്ചാൽ ദേഷ്യമൊന്നും വരൂല. എന്താ, സെലക്ട് ചെയ്യോ റിജക്റ്റ് ചെയ്താലും ഒരു ഹാപ്പി തോന്നും, നല്ലൊരു ഇത് വരുമ്പോഴും. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ എംപ്ലോയറിനെ ഗുഡ്വില്ല്, സൽകീർത്തി മെച്ചപ്പെടുത്താനും സഹായിക്കും. അതിനുള്ള ഒരു സെക്ഷനും കൂടിയാണ് ഇന്റർവ്യൂ. അണ്ടർലൈൻ ചെയ്തോ കറക്റ്റ് ആയിട്ട്? ഓക്കെ, അണ്ടർലൈൻ ചെയ്തോ നിഷ? ഓക്കെ, അടുത്ത് നോക്കിയേ, ഹെൽപ്പ് ഇൻ പ്രൊമോഷൻ ആൻഡ് ട്രാൻസ്ഫർ. പ്രൊമോഷനും ട്രാൻസ്ഫറിന് ഹെൽപ്പ് ചെയ്യും ഇന്റർവ്യൂ. An interview helps an employer in assessing his staff for the purpose of promotion or transfer. സ്റ്റാഫിന് പ്രൊമോഷനോ ട്രാൻസ്ഫർ ഒക്കെ കൊടുക്കാൻ ഇന്റർവ്യൂയിലൂടെ ഹെൽപ്പ് ചെയ്യും. എംപ്ലോയറിന് ഹെൽപ്പ് ചെയ്യും. എംപ്ലോയറിന് എന്ത് ചെയ്യാൻ പറ്റും? പ്രൊമോഷൻ കൊടുക്കണമെങ്കിൽ പ്രൊമോഷൻ കൊടുക്കാം, ട്രാൻസ്ഫർ കൊടുക്കാം. ആ ഒരു ഉദ്ദേശം, അതിനും എംപ്ലോയറിന് ഇന്റർവ്യൂ ഹെൽപ്പ് ചെയ്യും. അതും ഒന്ന് അണ്ടർലൈൻ ചെയ്തോട്ടോ. ഡാഷ് ഹെൽപ്പ് ആൻ എംപ്ലോയർ നമ്മൾ ചോദിക്കാം. ഇനി അടുത്തത് നോക്കിയ രണ്ടാമത്തെ എന്താ? ജോബ് സീക്കേഴ്സ്. ഇനി ജോലി അന്വേഷിക്കുന്നവർക്ക് ഇന്റർവ്യൂ എങ്ങനെയാ ഹെൽപ്പ് ചെയ്യണേ? ജോബ് സീക്കേഴ്സ് അല്ലെങ്കിൽ കാൻഡിഡേറ്റ്സിന് ഇന്റർവ്യൂ എങ്ങനെ ഹെൽപ്പ് ചെയ്യണേന്ന് നോക്കിയേ. അഡ്വാൻറ്റേജസ് ഓഫ് ഇന്റർവ്യൂ ഫോർ ജോബ് സീക്കേഴ്സ് ആർ ആസ് ഫോളോസ്. എന്താണ് ഇന്റർവ്യൂന്റെ അഡ്വാൻറ്റേജ്? അതായത് ജോബ് സീക്കേഴ്സിന് ഇന്റർവ്യൂ കൊണ്ടുള്ള അഡ്വാൻറ്റേജ് എന്തൊക്കെയാണ്? പ്രൊവൈഡ് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റി. അവർക്ക് എന്ത് നൽകുന്നു? ഒരു തൊഴിൽ നൽകുന്നു, ഒരു എംപ്ലോയ്മെന്റ്, ഒരു തൊഴിലിന്റെ ഒരു അവസരം അല്ലെ? ഇന്റർവ്യൂ കഴിഞ്ഞിട്ടല്ലേ നമുക്ക് അവിടെ സെലക്ട് ചെയ്ത് ആ ജോലി അവർക്ക് എടുക്കുള്ളൂ. അപ്പൊ ആ ഇന്റർവ്യൂ എന്തിനു സഹായിക്കും? കാൻഡിഡേറ്റ്സിനെ ഒരു തൊഴിൽ നൽകാനായിട്ട് അല്ലെ? പ്രൊവൈഡ് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റി. ഇത് എംപ്ലോയ്മെന്റ് നൽകാനുള്ള ഒരു അവസരം ഇന്റർവ്യൂയിലൂടെ കിട്ടും കാൻഡിഡേറ്റ്സിന്. An interview helps the job seeker by providing an opportunity for employment. Underline the first sentence. Dash help the job seeker by providing an opportunity for employment. That interview.
It aids the candidates in presenting and conveying his vision, belief and thoughts to the employer. ഇത് ഇനി ഇന്റർവ്യൂയുടെ എന്ത് ചെയ്യാൻ പറ്റും? കാൻഡിഡേറ്റ്സിന് അവരുടെ കാഴ്ചപ്പാടുകള്, അവരുടെ വിശ്വാസങ്ങള്, തോട്ട്സ്, ചിന്തകള് ഇതെല്ലാം എംപ്ലോയറിന്റെ മുന്നിൽ പ്രസന്റ് ചെയ്യാനും പറ്റും. അതിനുള്ള ഒരു എയ്ഡും കൂടിയാണ് ഇന്റർവ്യൂ എന്ന് പറയുന്നത്. സെക്കൻഡ് സെന്റൻസും അണ്ടർലൈൻ ചെയ്തു. ഓക്കെ, ഇനി രണ്ടാമത്തെ എന്താണ് കാൻഡിഡേറ്റ്സിന്റെ ഒരു അഡ്വാൻറ്റേജ്? ഹെൽപ്സ് കാൻഡിഡേറ്റ്സ് ടു അക്സെപ്റ്റ് ഓർ റിജക്ട് ദ ജോബ്. ഇനി ഇന്റർവ്യൂയിലൂടെ കാൻഡിഡേറ്റ്സിന് ആ ജോലി അക്സെപ്റ്റ് ചെയ്യണോ, സ്വീകരിക്കണോ അല്ലെങ്കിൽ റിജക്ട് ചെയ്യണോ എന്നുള്ളതിനും ഇന്റർവ്യൂ ഹെൽപ്പ് ചെയ്യും. An interview helps the candidates by providing information pertaining to the job and the employer. ജോലിയുമായി ബന്ധപ്പെട്ട് എംപ്ലോയറുമായി ബന്ധപ്പെട്ട് എന്താണ് ഇന്റർവ്യൂ എന്ത് ചെയ്യുന്നു? കാൻഡിഡേറ്റ്സിന് വേണ്ട ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നു. ഫസ്റ്റ് സെന്റൻസും അണ്ടർലൈൻ ചെയ്തിട്ടാണ്. കാൻഡിഡേറ്റ്സ് by providing information ഏതുമായിട്ട്? pertaining to the job and employer. A candidate is thus aware of the compensation, perks and allowances, working condition, job security, chances of promotion and transfer and other employment benefits. If any candidates ഇതിനെ കുറിച്ചുള്ള അവയർനെസ്സും ഇന്റർവ്യൂവിലൂടെ ലഭിക്കും. എന്ന് പറഞ്ഞാൽ ആനുകൂല്യങ്ങളാണ് കേട്ടോ. PERKS, perks എന്ന് പറഞ്ഞാൽ ആനുകൂല്യങ്ങൾ. അപ്പൊ കാൻഡിഡേറ്റ്സിന് എന്താണ് ഒരു അവയർനെസ് കിട്ടും. എന്തിനെ കുറിച്ചൊക്കെ ഉള്ളത്? കോമ്പൻസേഷൻ, പേഴ്സ് ആനുകൂല്യങ്ങൾ, അലവൻസുകള്, വർക്കിംഗ് കണ്ടീഷൻ എങ്ങനെയാണ്, ജോബിന്റെ സുരക്ഷ എങ്ങനെയാണ്, ചാൻസസ് ഓഫ് പ്രൊമോഷൻ ആൻഡ് ട്രാൻസ്ഫർ, പ്രൊമോഷന് ട്രാൻസ്ഫറിനുള്ള ചാൻസ്, അതർ എംപ്ലോയ്മെന്റ് ബെനിഫിറ്റ്, ഇതിനെ കുറിച്ചുള്ള ഒരു അവയർനെസ്സും ഇത് കാൻഡിഡേറ്റ്സിന് ഇന്റർവ്യൂയിലൂടെ ലഭിക്കും. If an interview provides an opportunity to the candidates to clear all his or her doubts about the job. ഇന്നൊരു കാര്യം കൂടി കിട്ടും. എന്താ? ആ ജോലിയുമായി എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കാൻഡിഡേറ്റ്സിന് അത് ക്ലിയർ ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയും എന്ത് നൽകുന്നു? ഇന്റർവ്യൂ പ്രൊവൈഡ് ചെയ്യുന്നു. ഓക്കെ, അണ്ടർലൈൻ ചെയ്ത സെന്റൻസ് കൂടി ഉണ്ടോ? ജോലിയുമായി എന്തെങ്കിലും ബന്ധപ്പെട്ടേ സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ ഇന്റർവ്യൂവിന് കാൻഡിഡേറ്റ്സിന് ക്ലിയർ ചെയ്യാം. അതിനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയും ഇന്റർവ്യൂ പ്രൊവൈഡ് ചെയ്യുന്നു. This also helped him in taking a sensible decision for his career regarding accepting or rejecting the job if offered. അവർക്ക് ഓഫർ ചെയ്ത ജോബ് അക്സെപ്റ്റ് ചെയ്യണോ റിജക്ട് ചെയ്യണോ, അവരുടെ ആ കരിയറിന്റെ ഭാഗമായിട്ട് അതിനെ കുറിച്ചുള്ള ഡിസിഷൻ എടുക്കാനും ഇന്റർവ്യൂ ഹെൽപ്പ് ചെയ്യും. നമ്മുടെ കരിയറിന് അനുയോജ്യമായിട്ടുള്ള തീരുമാനം എടുക്കാനും ഇന്റർവ്യൂ ഹെൽപ്പ് ചെയ്യും. നമ്മൾ അത് അക്സെപ്റ്റ് ചെയ്യണോ അല്ലെങ്കിൽ ആ ജോബ് റിജക്ട് ചെയ്യണോ എന്ന് കാൻഡിഡേറ്റ്സിന് ഇന്റർവ്യൂയുടെ തീരുമാനം. ക്ലിയർ ആയോ? അത് സിമ്പിൾ അല്ലേ? ഇതൊക്കെ ഫോളോ ചെയ്യണോ? എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടോ? കുഴപ്പമില്ലല്ലോ. യെസ്. ഇനി അടുത്ത നോക്കിയേ, മൂന്നാമത്തെ ഒരു കാര്യം കൂടി നോക്കിയേ. ഹെൽപ്പ് ജോബ് സീക്കേഴ്സ് ടു ഇൻക്രീസ് കോണ്ടാക്ട്. എന്ത് ചെയ്യുന്നു? ജോബ് സീക്കേഴ്സിന്, കാൻഡിഡേറ്റ്സിന് കോണ്ടാക്റ്റുകള് മെച്ചപ്പെടുത്താൻ, വർദ്ധിപ്പിക്കാൻ ഇന്റർവ്യൂ ഹെൽപ്പ് ചെയ്യും. എങ്ങനെയാ നോക്കിയേ? An interview gives an opportunity to the candidates to build contact with the interviewer and other candidates as well. അപ്പൊ ഇന്റർവ്യൂ നടത്തുമ്പോഴേ നമ്മൾ മാത്രമല്ലല്ലോ ഉണ്ടാവുക അല്ലെ? ഇന്റർവ്യൂവർ മറ്റുള്ള കുട്ടികളും ഒക്കെ ആയിട്ട് നമുക്ക് ഇപ്പൊ ഇന്റർവ്യൂവിന് ചെന്നപ്പോ അവിടെ ഉള്ളവരൊക്കെ ആയിട്ട് നമുക്കൊരു കോണ്ടാക്ട് ഉണ്ടാവുമല്ലോ അല്ലെ? അപ്പൊ അങ്ങനെ ഒരു കോണ്ടാക്ട് ബിൽഡ് ചെയ്യാൻ സഹായിക്കുന്നു. അതെന്നാ? സോ ഇൻ കേസ് എ കാൻഡിഡേറ്റ് ഈസ് റിജക്റ്റഡ്, ഈസ് ഇറ്റ് വെരി ഫസ്റ്റ് എഫേർട്ട് ഓഫ് ദ ജോബ് ഹണ്ട്, then this contact perhaps can help him to succeeding effort. ഒരു കാൻഡിഡേറ്റ്സ് അവന്റെ ആദ്യത്തെ ആ ജോലി അന്വേഷിച്ചിട്ട് തന്നെ അവരെ റിജക്ട് ചെയ്യുകയാണെങ്കിൽ ആ ബന്ധങ്ങൾ അദ്ദേഹത്തിന്റെ വിജയകരമായ ശ്രമങ്ങൾക്ക് സഹായകരമാകാം. എന്ന് വെച്ചാൽ എന്താ? ഇപ്പൊ ഞാനും നമ്മളെല്ലാവരും കൂടി ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോവാണ്. അപ്പൊ അവിടെ വെച്ചിട്ടാണ് ഞാന് നിഷേനെ പരിചയപ്പെടുന്നതെന്ന് വിചാരിക്കാം. പക്ഷെ എനിക്ക് അത് റിജക്ട് ചെയ്തു എന്ന് വിചാരിക്കാം. എങ്കിലും ഞാൻ നിഷയുമായിട്ടൊരു കോണ്ടാക്ട് അവിടെ ഉണ്ടായി. ഞങ്ങൾ ഇടയ്ക്ക് വിളിക്കും, വിവരങ്ങൾ അന്വേഷിക്കും. നിഷയ്ക്ക് അവിടെ സെലക്ഷൻ കിട്ടി, നിഷ അവിടെ കയറുകയും ചെയ്തു. അനു ആയിക്കോട്ടോ, ആവാട്ടോ, ചേച്ചിരി ആവാം, നുഷറി ആവാം, ഒരു പേരൊക്കെ പറഞ്ഞു എന്നുള്ളൂ. അപ്പൊ നമ്മൾ നല്ലൊരു കോണ്ടാക്ട് ആവുമ്പോഴേ പിന്നീട് ആ ഒരു സൗഹൃദം ഉണ്ടാവും. പിന്നെ അവിടെ ആ കമ്പനിയിലാണെങ്കിലും എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റി വരികയാണെങ്കിൽ നിഷ എന്നോട് പറയോ? നിഷ പറയോ? നിഷേ അനു പറയോ?
ഇവിടെ ഒരു ഓപ്പർച്യൂണിറ്റി കൂടി ഉണ്ട് കേട്ടോ, ഒന്നോടെ ഒന്ന് കൊടുത്തു നോക്ക് എന്നുള്ളൊരു ഇതുണ്ടാവില്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ അദ്ദേഹത്തിന്റെ ആ ബന്ധങ്ങൾ കൂടുതൽ വിജയകരമായിട്ടുള്ള ശ്രമങ്ങൾക്ക് സഹായകരമാക്കാം. ക്ലിയർ ആയില്ലേ? അത് ഒരു എക്സാമ്പിൾ പറഞ്ഞപ്പോ 3 കാര്യങ്ങളാണ് കേട്ടോ. അത് 3 പോയിന്റ്സ് നോക്കി വെക്കുക. ഇനി റിപ്പീറ്റ് ചെയ്യണ്ടല്ലോ അല്ലെ? ക്ലിയർ ആണ് 3 കാര്യങ്ങൾ. അപ്പൊ ഈ 3 രീതിയിലും ആർക്ക് കാൻഡിഡേറ്റ്സിന് ഇന്റർവ്യൂയിലൂടെ പ്രയോജനപ്രദമാണ് ജോബ് സീക്കേഴ്സിന്. ഇനി നെക്സ്റ്റ് നോക്കിയേ, അടുത്തത് എന്താ പറയുന്നത്? ഡിസഡ്വാൻറ്റേജ്. ഒരു അഡ്വാൻറ്റേജ് ഉണ്ടെങ്കിൽ അവിടെ എന്തെങ്കിലും ഡിസഡ്വാൻറ്റേജുകളും കാണും, ശരിയല്ലേ? ഡിസഡ്വാൻറ്റേജ് കാണും. എന്തൊക്കെയാന്ന് നോക്കിയേ, ഇന്റർവ്യൂ എന്ന് പറയുന്നത് ഒരു എക്സ്പെൻസീവ് പ്രോസസ് ആണ്. കണ്ടോ, ഭയങ്കര ചെലവ് വരുന്നതല്ലേ? The biggest disadvantages of an interview is that it is expensive in terms of time and money. പൈസയില്, സമയം, ഇതിലൊക്കെ ഇതിന്റെ ഒരു ടേംസില് എന്താണ് ഒരു ഭയങ്കര ഡിസഡ്വാൻറ്റേജ് ആണ് ഇന്റർവ്യൂ. ശരിയല്ലേ? ഇന്റർവ്യൂ നടത്താനായിട്ട് കുറെ പൈസ സമയമൊക്കെ ആവില്ലേ? അപ്പൊ അതൊരു ഇതാണ്, ഡീമെറിറ്റ് ആയിട്ട് നമുക്ക് പറയാം, എക്സ്പെൻസീവ്. ഇനി അടുത്ത നോക്കി സബ്ജക്റ്റീവ്. സബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു വ്യക്തിയുടെ ചിന്തയ്ക്ക് അല്ലെ, സബ്ജക്റ്റീവ് നേച്ചർ, നമ്മുടെ ചിന്തകൾക്കും കാഴ്ചപ്പാടുകൾക്കും ഒക്കെ പ്രധാനം നൽകുന്നു. അതാണ് സബ്ജക്റ്റീവ് നേച്ചർ എന്ന് പറയുന്നത്. Sometimes there are chances of personal biases. കണ്ട, വ്യക്തിപരമായിട്ടുള്ള പക്ഷഭേദങ്ങൾ ഉണ്ടാകാം ഇൻ കേസ് ഓഫ് പേഴ്സണൽ ഇന്റർവ്യൂ. പേഴ്സണൽ ഇന്റർവ്യൂല് ഇപ്പൊ എന്റെ കുട്ടികളാണ് അവിടെ ഇന്റർവ്യൂവിന് വന്നേക്കണം, എനിക്ക് നിങ്ങളോടൊരു ഇഷ്ടം ഉണ്ടാവില്ലേ? ഞാൻ ഇത്രയും നാളെ പഠിപ്പിച്ച കുട്ടികളാണ് ഇന്റർവ്യൂവിന് വന്നേക്കണം, എനിക്കൊരു പേഴ്സണൽ ബയാസസ് വേണ്ടി കാണിക്കാം, കാണിക്കാൻ പാടില്ലേ? പക്ഷപാതം കാണിക്കാം. മറ്റുള്ളവരെ എനിക്ക് അറിയില്ല, നിങ്ങൾ എനിക്ക് നന്നായിട്ട് അറിയാവുന്ന കുട്ടികളാ. അപ്പൊ പേഴ്സണൽ ഇന്റർവ്യൂലേ അങ്ങനെയുള്ളതിനൊരു ചാൻസ് വന്നിട്ടുണ്ട്. കണ്ടോ, this problem also may take place if the investigators are doing partially and are trying to give the possible answers to the question. അപ്പൊ അങ്ങനെ ഒരു ഇത് പാർഷ്യാലിറ്റി പോലെ ഇത് വരുമ്പോഴ് ഇൻവെസ്റ്റിഗേറ്ററിന് എന്ത് ചെയ്യാൻ പറ്റും? try to give the possible answers to the candidates. പോസിബിൾ ആയിട്ടുള്ള ആൻസേഴ്സ് വേണ്ടി കാൻഡിഡേറ്റ്സ് എന്തെങ്കിലും ലീക്ക് ചെയ്യാം. ഇന്ന ക്വസ്റ്റ്യൻ ഒക്കെ ഇന്റർവ്യൂവിൽ ചോദിക്കാട്ടോ, നിങ്ങളൊന്ന് നന്നായിട്ട് പ്രിപ്പയർ ചെയ്തോ, എനിക്ക് പറയാൻ പാടില്ലേ? അപ്പൊ അതും ഒരു ഡിസഡ്വാൻറ്റേജ് ആണ്. ഏത്? സബ്ജക്റ്റീവ് നേച്ചർ. പേഴ്സണൽ ബയാസസ് എന്ന് പറഞ്ഞാൽ പക്ഷഭേദങ്ങളാണ് കേട്ടോ, പക്ഷപാതങ്ങള്. ഓക്കെ, ഇനി അടുത്ത് നോക്കിയേ, subjective bias and personal trait. പക്ഷപാതങ്ങള് അല്ലെങ്കിൽ ട്രേറ്റ്, സ്വഭാവ സവിശേഷതകൾ. ഇനി മൂന്നാമത്തെ നോക്കിയേ, another disadvantage is that sometimes an interview gets affected negatively by the manner in which questions are asked by the interviewer. ഏത് ക്വസ്റ്റ്യൻ ചോദിക്കും? ചിലപ്പോ ഇന്റർവ്യൂ നടക്കുന്ന ആള് ചോദിക്കുന്ന ചോദ്യത്തിന്റെ രീതി, ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന്റെ രീതി, his way of ഇന്ററാക്ഷന്റെ ആ മാർഗം, ഫോൾസ് റെക്കോർഡിംഗ്, തെറ്റായിട്ട് ഇപ്പൊ പറയുന്ന കാര്യങ്ങളെ രേഖപ്പെടുത്തിയത് എന്തെങ്കിലും തെറ്റ് വന്നാലും ഇതല്ലേ. And sometimes and at the same time by the respondents wrong perception. അതായത് അതേസമയം നമ്മൾ റെസ്പോണ്ട് ചെയ്യുന്ന ആളില്ലേ, അവർക്കിടെ തെറ്റായ ധാരണ. Then defective memories, വികലമായ ഓർമ്മകള്, lack of expression, ഇതൊക്കെ എന്താണ്? എന്നിവ ഇന്റർവ്യൂവിനെ ബാധിക്കും. ഇതാണ് സബ്ജക്റ്റീവ് ബയാസ് ആൻഡ് പേഴ്സണൽ ട്രൈറ്റ്. പക്ഷപാതങ്ങള്, അതിലേക്ക് അതേ വ്യക്തിപരമായിട്ടുള്ള ആ സ്വഭാവ സവിശേഷതകള്, അതെല്ലാനും ഇന്റർവ്യൂവിനെ ബാധിക്കും. മനസ്സിലായോ? നമ്മൾ ആദ്യം പറഞ്ഞതൊക്കെ തന്നെ. അപ്പൊ ഞാനിപ്പോ നിങ്ങൾ ഇന്റർവ്യൂ ചെയ്ത് ഞാൻ രേഖപ്പെടുത്തുന്ന രീതി ശരിയല്ലെങ്കിലോ, അല്ലെങ്കിൽ നമ്മൾ ചോദിക്കുന്ന രീതി ശരിയല്ലെങ്കിലോ കറക്റ്റ് അല്ല. ഇതെല്ലാം ഇന്റർവ്യൂവിനെ ബാധിക്കും. അടുത്ത് നോക്കിയ ഡിഫിക്കൽറ്റി അനാലിസിസ്. ഇനി അനലൈസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് ഇന്റർവ്യൂ. ഡിഫിക്കൽറ്റി മനസ്സിലായില്ലേ? മൂന്നാമത്തെ പോയിന്റ് ക്ലിയർ അല്ലേ? അപ്പൊ അങ്ങനെ ഇന്റർവ്യൂ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള രീതിയിൽ ബാധിക്കും. എന്താ? ക്വസ്റ്റ്യൻ ചോദിക്കുന്ന രീതി ശരിയല്ലെങ്കിൽ വളച്ചൊടിച്ചൊക്കെ ചോദിക്കുകയാണ്, നിങ്ങൾക്ക് സെലക്ട് ചെയ്യണ്ട, എന്റെ ആളവിടെ ഇരിക്കണ്ട്, നിങ്ങൾ സെലക്ട് ചെയ്യണ്ട എന്നുള്ള ഉദ്ദേശത്തിൽ വേണമെങ്കിൽ ഒന്ന് ക്വസ്റ്റ്യൻ ക്ലിയർ ആവാതെ വളച്ചൊടിച്ചൊക്കെയോ, അതാ ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന രീതി, ഇന്ററാക്ഷന്റെ ആ വേ, തെറ്റായിട്ടുള്ള റെക്കോർഡിങ്, പിന്നെ അതുപോലെ തന്നെ റോങ് പെർസെപ്ഷൻ, ധാരണ, തെറ്റായിട്ടുള്ള ധാരണ,
വികലമായിട്ടുള്ള ഓർമ്മകള്, ലാക്ക് ഓഫ് എക്സ്പ്രഷൻ, അത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇന്റർവ്യൂവിനെ നെഗറ്റീവായിട്ട് ബാധിക്കും. ഇനി അടുത്ത് നോക്കി ഇന്റർവ്യൂവിന്റെ ഡിസഡ്വാൻറ്റേജ് എന്താ? ഡിഫിക്കൽറ്റി ഇൻ അനാലിസിസ്, അനലൈസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അത് അനലൈസ് ചെയ്തെടുക്കണ്ടേ, അതിന്റെ ബുദ്ധിമുട്ടാണ്. The result of an interview are very difficult to be analyzed because of the subjective nature. Underline ചെയ്തേ, എന്താണ് ബുദ്ധിമുട്ടാന്ന് പറയാൻ കാരണം അതിന്റെ സബ്ജക്റ്റീവ് നേച്ചർ of the information as well as distortion in the communication. കമ്മ്യൂണിക്കേഷനിലുള്ള വികലത ഇതെല്ലാനും എന്താ അത് അസസ് ചെയ്യാൻ ബുദ്ധിമുട്ടാവും, അനലൈസ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇനി അടുത്ത് നോക്കിയേ, ഇൻഎഫക്റ്റീവ് ഇൻ സം ഏരിയാസ്. ഇനി ചില ഏരിയകളിൽ അത് പ്രയോജനമല്ലാതെ വരാവുന്ന ഇന്റർവ്യൂ. ഫേസ് ടു ഫേസ് ഇന്റർവ്യൂ ആർ ഓഫൺ ഇൻകാപ്പബിൾ ഓഫ് ഗാദറിംഗ് പേഴ്സണൽ ആൻഡ് ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ. ഫേസ് ടു ഫേസ് ഇൻകാപ്പബിൾ എന്ന് പറഞ്ഞാൽ കഴിവില്ലാന്ന്. Face to face interview are often incapable of gather personal financial information. അത് ചിലപ്പോൾ gather ചെയ്യാനായിട്ട് ശേഖരിക്കാനായിട്ട് ചിലപ്പോൾ അത്രയും അനുയോജ്യമല്ലാതെ വരാം. Then such kind of information may be obtained through, അങ്ങനെയുള്ള ഇൻഫർമേഷൻസ് എവിടെ നമുക്ക് ലഭിക്കണേ? മെയിൽ ക്വസ്റ്റ്യനേഴ്സ്, എസ്പെഷ്യലി if there is no compulsion to undersign it. അത് നിർബന്ധമല്ലെങ്കിൽ, പ്രത്യേകിച്ചും അതിൽ സൈൻ ചെയ്യാൻ നിർബന്ധമല്ലെങ്കിൽ, നമ്മൾ സൈൻ ചെയ്ത് അതൊക്കെയാണെങ്കിൽ കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻ ആയിരിക്കും. അതിനകത്ത് സൈൻ ചെയ്യാൻ നിർബന്ധമല്ലെങ്കിൽ, അതാണ് നമ്മൾ പറഞ്ഞത് ചില ഏരിയകളിൽ ഇൻഎഫക്റ്റീവ് ആയിരിക്കും. പോയിന്റ്സ് നോട്ട് ചെയ്യാം കേട്ടോ. ചിലപ്പോ നമുക്ക് പേഴ്സണൽ ഫിനാൻഷ്യൽ ഇൻഫർമേഷൻസ് ഗ്യാദർ ചെയ്യാനായിട്ട് ചിലപ്പോ ഇന്റർവ്യൂവിന് ഫേസ് ടു ഫേസ് ഇന്റർവ്യൂവിന് പറ്റില്ല. അപ്പേന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള ഇൻഫർമേഷൻ നമ്മൾ എങ്ങനെയാ മെയിൽ ക്വസ്റ്റ്യനറിന്നോ അല്ലെങ്കിൽ നോ കമ്പൽഷൻ, അതായത് നമുക്ക് അത് എന്താ പറഞ്ഞേക്കണം, അത് നിർബന്ധമില്ലെങ്കിൽ, പ്രത്യേകിച്ചും അതില് സൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒന്നുകൂടി ഓക്കെയാണ്. സൈൻ ചെയ്യാൻ നിർബന്ധമില്ല, അത് കറക്റ്റ് ചിലപ്പോ അതിൽ എന്തെങ്കിലും ഇതൊക്കെ വരാം. അപ്പൊ അങ്ങനെ വരികയാണെങ്കിൽ നമുക്ക് എന്താ ആ ഏരിയയില് അത് ഫലപ്രദമല്ല. ഇനി അടുത്ത് നോക്കിയാൽ റെക്കോർഡിംഗ് കോംപ്ലക്സിറ്റീസ്. ഇനി അത് റെക്കോർഡ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട്, റെക്കോർഡിംഗ് കോംപ്ലക്സിറ്റീസ്. ആൻഡ് ഇന്റർവ്യൂ ഹാസ് എ ഡിസഡ്വാൻറ്റേജ് as it poses the problem of recording information collected from the candidates. അതൊരു പ്രശ്നമാണ്. കാൻഡിഡേറ്റ്സിൽ നിന്ന് കളക്ട് ചെയ്യുന്ന ഇൻഫർമേഷൻസ് റെക്കോർഡ് ചെയ്യാനായിട്ടുള്ള പ്രശ്നം, അതാണ് ഇന്റർവ്യൂവിന്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അല്ലെ, നമ്മൾ കറക്റ്റ് ആയിട്ട് ആ കാര്യങ്ങള് കാൻഡിഡേറ്റ്സ് പറയുന്ന കാര്യങ്ങൾ രേഖപ്പെടുത്തണ്ടേ. അത് ഫോർ ദിസ് പർപ്പസ്, ഈ ഒരു ആവശ്യത്തിന് there is no proper facility. കേട്ടോ, അത് പ്രോപ്പർ ആയിട്ട് റെക്കോർഡ് ചെയ്യാനായിട്ട് കറക്റ്റ് ഫെസിലിറ്റി ഇല്ല. നോ പ്രോപ്പർ ഫെസിലിറ്റി. കറക്റ്റ് ആയിട്ട് കാൻഡിഡേറ്റ്സ് പറയുന്ന കാര്യങ്ങള് കറക്റ്റ് ആയിട്ട് അത് നോട്ട് ചെയ്തെടുക്കണ്ടേ, അതിനുള്ള ഫെസിലിറ്റി ഇല്ല. Nothing is supposed to be a distraction for both the interviewee and for interviewer as it interprets the follow conversation. അപ്പൊ എന്താ പറയാ, പറയുന്ന കാര്യങ്ങൾ ഞാൻ നോട്ട് ചെയ്ത് വരുമ്പോ അതിന് കുറച്ചൊരു തടസ്സം വരൂലേ? അപ്പൊ ആരെങ്കിലും എഴുതിയെടുക്കണമെന്നില്ല എന്ന് വെച്ചാൽ നമ്മൾ ഇത് ഓൾറെഡി നിങ്ങളുടെ ടെക്സ്റ്റ് ഉണ്ട്, അതിൽ നോട്ട് ചെയ്ത് അണ്ടർലൈൻ ചെയ്ത് പോവാ. അഥവാ ആരെങ്കിലും ഇതിന്റെ ഇടയിൽ നോട്ട് ചെയ്യുന്നെങ്കിൽ നമ്മൾ ആ സംസാരിക്കുന്നതിലൊരു ബ്രേക്ക് പോലെ വരുമില്ലേ, അല്ലേ? നമ്മൾ ലെക്ചർ നോട്ടൊക്കെ പോലെ എഴുതുമ്പോ ഒരു ചെറിയൊരു ഇത് വരാം. അപ്പൊ ഇതെന്ത് പറഞ്ഞേക്കുന്നേ? അപ്പൊ ഈ ഒരു ഉദ്ദേശത്തില് നമ്മള് ആ ശരിക്കും റെക്കോർഡ് ചെയ്യാൻ ഫെസിലിറ്റി ഇല്ല എന്ന് പറഞ്ഞു. അപ്പോ അങ്ങനെ നമ്മൾ അതിന്റെ ഇടയില് ആ കോൺവെർസേഷന്റെ ഇടയില് ഇത് റെക്കോർഡ് ചെയ്യുമ്പോൾ ഇന്റർവ്യൂവറും തമ്മിലുള്ള അവിടെ എന്താണ് പറയാ, അവരുടെ കോൺവെർസേഷനിൽ ഒരു ഡിസ്ട്രാക്ഷൻ, ഒരു തടസ്സം ഉണ്ടാവും. അപ്പൊ ക്ലിയർ ആയോ പറഞ്ഞത്? ഓക്കെ, ആ കോൺവെർസേഷന്റെ ഇടയിൽ ഒരു തടസ്സം വരും. ഓക്കെ, അതാണ് റെക്കോർഡിംഗ് കോംപ്ലക്സിറ്റീസ്. കറക്റ്റ് ഡേറ്റാസ്, കാൻഡിഡേറ്റ്സിന്റെ വിവരങ്ങൾ റെക്കോർഡ് ചെയ്യാനൊരു തടസ്സം ഉണ്ടാവും. പിന്നെ അടുത്ത ഡിമാൻഡ്സ് സ്കിൽഡ് ഇന്റർവ്യൂവേഴ്സ് ഉണ്ടോ? ഇത് എല്ലാവർക്കും പോയി ഇന്റർവ്യൂ എടുക്കാൻ പറ്റുമോ? സ്കിൽഡ് ആയിട്ടുള്ള ഇന്റർവ്യൂവർ വേണം. ഇന്റർവ്യൂ ചെയ്യാൻ അതിന് പറ്റുമോ ഒന്നും അറിയില്ലാത്ത ഒരാളെ ഇന്റർവ്യൂവറായി എടുക്കാൻ പറ്റൂല നമുക്ക്, അല്ലേ? അപ്പൊ എന്താണ് അവർക്കുടെ ഒരു ഡിമാൻഡ്? Demand skilled interviewers. An interview requires a set of highly skilled interviewers, right? നല്ല സ്കിൽഡ് ഉള്ള ഇന്റർവ്യൂവേഴ്സ് വേണം. ഫസ്റ്റ് അവൈലബിലിറ്റി ഈസ് ലിമിറ്റഡ് ആൻഡ് വിത്ത് ദ ടൈം ഓൺ ദി പോസ്റ്റ് സ്പെൻഡ് ഓൺ ദർ ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് ഈസ് ഓൾസോ ഹൈ. കണ്ടോ? അപ്പൊ അങ്ങനെ എല്ലാവരുമുള്ള നല്ല കഴിവുകളുള്ളവർ ചിലപ്പോൾ അവരുടെ അവൈലബിലിറ്റി കുറവായിരിക്കും, ലിമിറ്റഡ് ആയിരിക്കും.
കണ്ടോ? അപ്പോ നമ്മൾ എന്ത് ചെയ്യും? അങ്ങനെ അത്രയും എബിലിറ്റി ഇല്ലാത്തവരെ ട്രെയിനിങ് ഒക്കെ കൊടുത്ത് വേണം അതിനെ ആപ്റ്റാക്കാൻ. ഒരു ഇന്റർവ്യൂവർ, നല്ലൊരു ഇന്റർവ്യൂവറിലേക്ക് വരാനായിട്ട് അവർക്ക് ട്രെയിനിങ് കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടി വരാം. അപ്പൊ അതിനു വേണ്ടി ചെലവാക്കുന്ന കോസ്റ്റ്, ടൈം, അവരുടെ ട്രെയിനിങ്ങിനും ഡെവലപ്മെന്റിന് വേണ്ടി ചെലവാക്കുന്ന കോസ്റ്റ്, ടൈം ഒക്കെ ഏതായിരിക്കും? കൂടുതലാവും. ഓക്കെ, അതാണ് ഡിമാൻഡ് സ്കിൽഡ് ഇന്റർവ്യൂവേഴ്സ്. അതൊരു ഡിസഡ്വാൻറ്റേജ് ആണ്. നല്ല സ്കിൽഡ് ആയിട്ടുള്ള ഇന്റർവ്യൂവറിന്റെ ഡിമാൻഡ് എന്ന് പറയുന്നത്. അപ്പൊ കിട്ടിയോ? ഡിസഡ്വാൻറ്റേജസ് ഏതൊക്കെ വരുന്നേ? ഏതൊക്കെയാണ് നോക്കിയേ? എന്തൊക്കെ വരുന്നേ? ഇന്റർവ്യൂ എന്ന് പറയുന്നത് എക്സ്പെൻസീവ് ആണ്, ഒരു സബ്ജക്റ്റീവ് നേച്ചർ ആണ്, സബ്ജക്ട് ടു ബയാസ് ആൻഡ് പേഴ്സണൽ റൈറ്റ്, അതിലേക്കുള്ള ഒരു ഇതുണ്ട്. ഡിഫിക്കൽറ്റി, ഞാൻ അനലൈസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, ചില ഏരിയകളിൽ അത് ഇൻഎഫക്റ്റീവ് ആണ്, ഫലപ്രദമല്ല, പിന്നെ റെക്കോർഡ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ട്, പിന്നെ സ്കിൽഡ് ആയിട്ടുള്ള ഇന്റർവ്യൂവിന്റെ ഡിമാൻഡ്. ക്ലിയർ അല്ലേ പിള്ളേരെ? അടുത്തത് നോക്കാം നമുക്ക്. ഇതൊക്കെ എളുപ്പമുണ്ടാട്ടോ അങ്ങനെ പറയുന്നത്. ഇനി ഒന്ന് വായിച്ചു കൂടി വെച്ചാൽ നിങ്ങൾ ഓർമ്മ കിട്ടിക്കോളും. അടുത്ത നോക്കിയാൽ ഫിസിക്കൽ എക്സാമിനേഷൻ. ഇനി നമുക്ക് അടുത്തത് ഫിസിക്കൽ എക്സാമിനേഷൻ എന്ന് വെച്ചാൽ എന്താ? മെഡിക്കൽ ചെക്കപ്പുകളില്ലേ, ശാരീരിക പരിശോധന. ഫിസിക്കൽ എക്സാമിനേഷൻ, ശാരീരിക പരിശോധന. There are jobs that necessitate uncommon strength, tolerance and endurance. എന്താ അൺകോമൺ സ്ട്രെങ്ത് വെച്ചാൽ ചില ജോലികൾക്ക് ഉണ്ടല്ലോ അസാധാരണമായ ശക്തി വേണം, ഫിസിക്കൽ ടെസ്റ്റ് വേണം ചില ജോലികള്. അതുപോലെ തന്നെ ടോളറൻസ്, സഹിഷ്ണുത, എൻഡ്യൂറൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ക്ഷമ. സഹിഷ്ണുത, ക്ഷമ, ശക്തിയൊക്കെ വേണം. ചിലതല്ലേ നമ്മളിപ്പോ ലോവർ ഇതിനകത്തൊക്കെ ആകുമ്പോഴത്തേക്ക് അവർ ഫിസിക്കലി ഫിറ്റ് ആവണം. മെന്റലിനേക്കാളും കൂടുതല്, അല്ലെങ്കിൽ അവർക്ക് ഇന്റലിജൻസ് ഇതിനേക്കാളും കൂടുതൽ അവർക്ക് ആ ജോലി ചെയ്യാനായിട്ട്. ഇപ്പൊ കുറെ വെയിറ്റ് എടുക്കുന്ന ഒരാളാണെങ്കിൽ അത് വെയിറ്റ് എടുക്കാനുള്ള ഫിസിക്കൽ എക്സാമിനേഷൻ നടത്തണ്ടേ? ഇപ്പൊ പോലീസിലൊക്കെ ആണെങ്കിൽ നമ്മള് ഫിസിക്കൽ എക്സാമിനേഷൻ മസ്റ്റ് ആണ്. നല്ല ടെസ്റ്റ് മാത്രം പാസ്സായാൽ മതിയോ? കള്ളന്റെ പുറമെ ഓടി പിടിക്കണ്ടേ? കള്ളൻ നല്ല സ്ട്രെങ്ത് ആണ്, പോലീസ് വീക്ക് ആണെങ്കിൽ പിടിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ അവിടെയൊക്കെ ചില ജോലികൾക്ക് എന്ത് വേണം? ഫിസിക്കൽ എക്സാമിനേഷൻ മസ്റ്റ് ആണ് അവിടെ, അല്ലെ? അപ്പൊ ചില ജോലികൾക്ക് എന്താവശ്യമാണ്? സ്ട്രെങ്ത്, ടോളറൻസ്, എൻഡ്യൂറൻസ്. എൻഡ്യൂറൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ക്ഷമ. A candidate's medical or physical examination will help in examining whether or not they possess these required attributes of skill. ഈ കഴിവുകൾ ഉണ്ടോ ഇല്ലയോ, അതാണ് നമ്മൾ ആ ഫിസിക്കൽ എക്സാമിനേഷൻ ഹെൽപ്പ് ചെയ്യുന്നത്. Whether or not they possess these required attributes of skill. Attributes എന്ന് വെച്ചാൽ സ്വഭാവോ കഴിവുകളോ ഉണ്ടോ ഇല്ലയോ എന്നാണ് ചെയ്യുന്നത്. അതൊന്ന് അണ്ടർലൈൻ ചെയ്തോട്ടോ. സെക്കൻഡ് സെന്റൻസ്, ഫസ്റ്റ് സെന്റൻസും അണ്ടർലൈൻ ചെയ്തു. ചില ജോലികൾക്ക് സ്ട്രെങ്ത്, ടോളറൻസ്, സർട്ടിഫിക്കേഷൻസ് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്തോ. രണ്ടാമത്തെ സെന്റൻസ് എന്തായാലും അണ്ടർലൈൻ ചെയ്യണം കേട്ടോ. ഇത് നോക്കിയേ. ഇറ്റ് ഹൈലൈറ്റ് ഫ്ലോസ് not as a reason for dismissal but as a helpful tool for selecting, transferring the candidates as per the ability. ഇതുണ്ടല്ലോ ഡിസ്മിസ് ചെയ്യാനുള്ളൊരു അതിലേക്കുള്ളൊരു കാരണമല്ല ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നത്. എന്തിനുള്ളതാ? ബട്ട് ആസ് എ ഹെൽപ്ഫുൾ ടൂൾ. ഇതൊരു ഹെൽപ്ഫുൾ ആയിട്ടുള്ള ടൂളാണ്. എന്തിന്? ഫോർ സെലക്ടിങ് ആൻഡ് ട്രാൻസ്ഫറിങ് കാൻഡിഡേറ്റ്സ് ആസ് പെർ ദെയർ എബിലിറ്റി. അവരുടെ കഴിവുകള് കഴിവുകൾ അനുസരിച്ച് സെലക്ട് ചെയ്യാൻ, ട്രാൻസ്ഫർ ചെയ്യാനായിട്ടുള്ള ഒരു ഹെൽപ്ഫുൾ ടൂൾ ആണ്. But as a helpful tool for selecting and transferring candidates as per their abilities. അവരുടെ കഴിവുകൾ അനുസരിച്ച്, എബിലിറ്റി അനുസരിച്ച് എന്താ പറയാ, അവരെ കറക്റ്റ് ഇതിലേക്ക് സെലക്ട് ചെയ്യാനുള്ള ഒരു ടൂളാണ്. അതിനെ സഹായിക്കുന്നു. അണ്ടർലൈൻ ചെയ്തോട്ടോ. ഫിസിക്കൽ എക്സാമിനേഷൻ ഹെൽപ്ഫുൾ ടൂൾ ഫോർ സെലക്ടിങ് ആൻഡ് ട്രാൻസ്ഫറിങ് കാൻഡിഡേറ്റ്സ് ആസ് പെർ എബിലിറ്റീസ്. ഓക്കെ. Or by medical officer appointed by the physical health of the candidates is examined. എങ്ങനെയാണ് എക്സാമിൻ ചെയ്യുന്നത്? either by the companies. ആരാണ് എക്സാമിൻ ചെയ്ത? ഫിസിക്കൽ ഹെൽത്ത് ആരാ നോക്കുന്നേ? പരിശോധിക്കുന്നത് ആരാണ്? നോക്കിയേ. examined either by the company's decision or by the medical officer appointed by the company. കമ്പനിയുടെ ഫിസിഷ്യനോ അല്ലെങ്കിൽ കമ്പനി അപ്പോയിന്റ് ചെയ്തിട്ടുള്ള മെഡിക്കൽ ഓഫീസറോ ഈ ഫിസിക്കൽ ഹെൽത്ത് നമുക്ക് എക്സാമിൻ ചെയ്യാൻ പറ്റും. അണ്ടർലൈൻ ചെയ്തത്
ചോദിക്കാറുണ്ട്, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുണ്ടാകും. The physical health of the candidates is examined. ആരാണ് എക്സാമിൻ ചെയ്തത്? Either by the company's physician or by a medical officer appointed by the company. കമ്പനി അപ്പോയിന്റ് ചെയ്തിട്ടുള്ള മെഡിക്കൽ ഓഫീസറോ ഓഫീസറിനോ the physical health ചെയ്യാൻ പറ്റും. ആ physical health എക്സാമിനേഷൻ നടത്താൻ പറ്റും. The candidates go through a physical fitness test after the selection decision and before the job offer is made. Candidates ഇവിടെ പോകുന്ന physical fitness test after the selection decision. Selection decision ശേഷവും after and before the job offer is made. Job offer കൊടുക്കുന്നതിന് മുന്നും candidates physical fitness test പോകും. Usually, a job offer is based on the condition or that whether or not the applicant is physically fit. Job offer എന്തിനെ ബേസ് ചെയ്തിട്ടാ കൊടുക്കുന്നേ? Applicants are physically fit ആണോ അല്ലയോ എന്ന് നോക്കിയിട്ടല്ല job offer കൊടുക്കുള്ളൂ, അല്ലേ? Whether or not the applicant is physically fit or not, അതിനെ ബേസ് ചെയ്തിട്ടാണ്. Then job. Then next, okay, the medical fitness test result are recorded in statement appeared in the personal records of the candidates. Because medical fitness test the result record ചെയ്യുന്ന സൂക്ഷിച്ചു വെക്കുക, record ആക്കും. ഇതിനകത്ത് kept in the personal record of the candidates. The personal record, staff record ഇല്ലേ, personal ആ record അത് സൂക്ഷിച്ചു വെക്കും. As a result, physical examination is the most useful form of selection, where physical strength is of utmost importance. As the result, physical examination is the most useful form of the selection. Useful physical examination, where the physical strength is of utmost importance. Physical strength, adine importance കൊടുക്കുന്നതില് ആ എക്സാമിനേഷന് ഫിസിക്കൽ എക്സാമിനേഷൻ വളരെയധികം പ്രയോജനപ്രദമാണ്. അത് എന്തിനു ബേസ് ചെയ്തിരിക്കും? ഡിപ്പെൻഡിങ് അപ്പോൺ ദ ജോബ്. കേട്ടോ, ഇപ്പൊ എല്ലാ ടെസ്റ്റിനും മെഡിക്കൽ എക്സാമിനേഷൻ വേണ്ട, അത് ഫിസിക്കൽ എക്സാമിനേഷൻ വേണ്ട, അല്ലെ, ശാരീരിക പരിശോധന വേണ്ട. അത് എന്തിനു ബേസ് ചെയ്തിട്ടാ? ഡിപ്പെൻഡിങ് അപ്പോൺ ദ ജോബ്. ഓക്കെ, ക്ലിയർ അല്ലേ? അതൊക്കെ സെക്കൻഡ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്യുക അതില്. പിന്നെ അടുത്തത് ഹെൽപ്ഫുൾ ടൂൾ ഫോർ സെലക്ടിങ് ആൻഡ് ട്രാൻസ്ഫർ ദി കാൻഡിഡേറ്റ്സ് ആസ് പെർ ദ എബിലിറ്റി, അത് അണ്ടർലൈൻ ചെയ്ത് നൽകുക. പിന്നെ ആരാണ് എക്സാമിൻ ചെയ്യണമെന്നുള്ളത് നോക്കുക കേട്ടോ. ഓക്കെ, ഇനി മെത്തേഡ്സ് ഓഫ് ഫിസിക്കൽ എക്സാമിനേഷൻ. ഫിസിക്കൽ എക്സാമിനേഷന്റെ മെത്തേഡുകളാണ് പറയുന്നത്. മെത്തേഡ്സ് ഓഫ് ഫിസിക്കൽ എക്സാമിനേഷൻ. There are various methods of physical examination. Physical examination പല മെത്തേഡുകൾ പറയുന്നുണ്ട്, പല മെത്തേഡുകളുണ്ട്. അപ്പൊ നമുക്ക് നോക്കിയേ, മെത്തേഡ്സ് ഓഫ് ഫിസിക്കൽ എക്സാമിനേഷൻ. ഡ്രഗ് ടെസ്റ്റിംഗ് നടത്തുന്നുണ്ട്, HIV and AIDS testing, strength and fitness testing, genetic testing. ഇപ്പൊ 4 എണ്ണമാണ് പറഞ്ഞിരുന്നത് കേട്ടോ. മെത്തേഡ് ഓഫ് ഫിസിക്കൽ എക്സാമിനേഷൻ ഏതൊക്കെയാ? ഡ്രഗ് ടെസ്റ്റിംഗ്, HIV and AIDS testing, strength and fitness testing, genetic testing. ക്ലിയർ ആണോ? 4 എണ്ണം പേരുകളൊന്നും നോക്കിയേ. HIV എന്താ? ഹ്യൂമൻ immunodeficiency virus. HIV human immunodeficiency virus ആണ്. deficiency virus HIV. AIDS acute immunodeficiency syndrome എന്നൊക്കെ അറിയാം. HIV AIDS ടെസ്റ്റിംഗ്. ഇനി ഡ്രഗ് ടെസ്റ്റിംഗ്. ഇനി അതായത് ഈ ഡ്രഗ് ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞാല് നമ്മള് ജോലി ചെയ്യുന്ന അവിടെയില്ലേ, അവിടത്തെ സുരക്ഷ ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ട്, നമ്മുടെ ജോലി സ്ഥലത്തെ സുരക്ഷ ഉറപ്പാക്കുന്നതിന്
നടത്താനും പിന്നെ അതുപോലെ അവിടെ ആരെങ്കിലും ഒക്കെ എന്താ പറയാ ലഹരി വസ്തുക്കൾ ഡ്രഗ്സ് അല്ലെ ലഹരി വസ്തുക്കളുടെ ആസക്തി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അതെന്തായാലും അത് ആ കമ്പനീനെ ബാധിക്കൂലേ അവിടുത്തെ ജോലിനെ ബാധിക്കൂലേ അപ്പൊ അങ്ങനെ എന്തെങ്കിലും വരാതിരിക്കാൻ അതിന്റെ പ്രതികൂലമായിട്ടുള്ള ഫലങ്ങള് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്ന ഒരു ടെസ്റ്റാണ് മനസ്സിലായോ അതായത് ഇപ്പൊ നമ്മൾ ടെസ്റ്റ് ഒന്നും നടത്താതെ നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചു ആ കാൻഡിഡേറ്റ്സ് ഡ്രഗ്സ് ഒക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ പിന്നെ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ലേ അല്ലെ അപ്പൊ അവരുടെ കമ്പനിയില് ഒത്തിരി അതിന്റെ ഒത്തിരി ബുദ്ധിമുട്ടുണ്ടാവാം അപ്പൊ എന്താണ് അപ്പൊ കാൻഡിഡേറ്റ്സിന് ഡ്രഗ് ടെസ്റ്റിംഗ് നടത്തണം അത് എന്തിന്റെ ഭാഗമായിട്ട് ഫിസിക്കൽ എക്സാമിനേഷൻ മെത്തേഡിന് വന്നതാണ് ഒരെണ്ണം ഡ്രഗ് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത് ഉണ്ടോ അപ്പൊ അങ്ങനെയൊക്കെ കാൻഡിഡേറ്റ്സേ അത് ഉപയോഗിക്കുന്നത് അങ്ങനെ ഉണ്ടോ എന്നൊക്കെ നമുക്ക് കണ്ടുപിടിക്കണ്ടേ അപ്പൊ അതൊന്നും ഡ്രഗ് ടെസ്റ്റിംഗ് നടത്തി കാൻഡിഡേറ്റ്സ് ഓക്കെ ആണെങ്കിൽ അവർ സെലക്ട് ചെയ്യും മനസ്സിലായോ ജോലി സ്ഥലത്തെ സുരക്ഷ ഉറപ്പാക്കാനും അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഡ്രഗ്സ് ഒക്കെ കഴിക്കുന്നവരൊക്കെ ചില മറ്റുള്ളവരൊക്കെ വേണമെങ്കിൽ ആക്രമിക്കാം കോവർക്കേഴ്സിനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ വേണമെങ്കിൽ അക്രമമൊക്കെ ഉണ്ടാക്കാം അതാ പറഞ്ഞേക്കുന്നത് അവിടുത്തെ ജോലിയുടെ സുരക്ഷ ഉറപ്പാക്കാന് അതുപോലെ ലഹരി വസ്തുക്കളുടെ ആസക്തി അത് മൂലമുണ്ടാക്കുന്ന ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നത് മൂലമുണ്ടാക്കുന്ന പ്രതികൂല ഫലങ്ങള് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഡ്രഗ് ടെസ്റ്റിംഗ് നടത്തുന്നത് Pre-employment drug testing is the most common type of testing program. ഒരു പ്രധാനപ്പെട്ട ഒരു ടെസ്റ്റിംഗ് പ്രോഗ്രാം ആണ്. For human resource and safety practitioner, drug testing has become a critical workplace safety program. പറഞ്ഞേക്കുന്നേ ഈ നമുക്ക് ഈ human resource for human resource and safety practitioners drug ടെസ്റ്റിങ്ങിന് വലിയൊരു നമ്മുടെ ഒരു സേഫ്റ്റിയുടെ ഭാഗമായിട്ട് തന്നെ നമ്മുടെ ക്രിട്ടിക്കൽ വർക്ക് പ്ലേസ് സേഫ്റ്റി പ്രോഗ്രാം ആ ജോലി സ്ഥലത്തെയുള്ള സേഫ്റ്റി എന്താ പറയാ ഉറപ്പാക്കാനായിട്ട് ആണ് ഇത് ചെയ്യുന്നത് The vast majority of Fortune 500 corporations conduct drug test as one of their method of physical examination. ഇത് പറഞ്ഞേക്കുന്ന Fortune 500 corporations കമ്പനികള് ജോലിക്ക് മുമ്പുള്ള ഡ്രഗ് ടെസ്റ്റിംഗ് നടത്തുക എന്നുള്ള സാധാരണ കോമൺ ആയിട്ട് അവർ ചെയ്യുന്ന ഒരു കാര്യമാണെന്ന് ഇതിന്റെ ഭാഗമായിട്ട് മെത്തേഡ് ഓഫ് ഫിസിക്കൽ എക്സാമിനേഷന് മൊത്തമായിട്ട് ഡ്രഗ് ടെസ്റ്റിംഗ് നടത്തും reducing the negative effect of the substance addiction in the workplace is the main objective of the drug testing. അണ്ടർലൈൻ ചെയ്തിട്ട് ആ സെന്റൻസ് എന്താണ് ഡ്രഗ് ടെസ്റ്റിംഗിന്റെ മെയിൻ ഒബ്ജക്റ്റീവ് റിഡ്യൂസിങ് ചെയ്യാന്ന് വെച്ചാൽ കുറയ്ക്കുക എന്ത് നെഗറ്റീവ് എഫക്ട് കുറയ്ക്കുക The substance addition in the workplace is the major objective of drug testing. അതാണ് ഏറ്റവും മേജർ ആയിട്ടുള്ള പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് എന്താ ജോലി സ്ഥലത്തെ വർക്ക് പ്ലേസിലുള്ള ഡ്രഗ് അഡിക്ഷൻ അതിനോടുള്ള അഡിക്ഷൻ അതിന്റെ നെഗറ്റീവ് എഫക്ട് കുറയ്ക്കുക അതുമൂലം ഉണ്ടാകുന്ന നെഗറ്റീവ് എഫക്റ്റുകൾ കുറയ്ക്കുക അണ്ടർലൈൻ ചെയ്ത സെന്റൻസ് Negative effect can be the form of എന്താ ഈ നെഗറ്റീവ് എഫക്ട് എന്ന് പറഞ്ഞാൽ എന്താ ആബ്സെന്റിസം ജോലിക്ക് വരാതിരിക്കാം ടാർഡ്നെസ് എന്നുവെച്ചെന്താ കാലതാമസം വരാം ടേൺ ഓവർ ജോലി ഇപ്പൊ 2 ദിവസം നിന്നിട്ട് പിന്നെ ജോലിയിൽ വേണമെങ്കിൽ പൊടിഞ്ഞു പോകാം ആറ്റിറ്റ്യൂഡ് ഇഷ്യൂസ് അവരുടെ സ്വഭാവത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ സ്വഭാവം അതിൽ വരുന്ന ആറ്റിറ്റ്യൂഡ് അവരുടെ ആറ്റിറ്റ്യൂഡ് മനോഭാവം അതിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ ഫ്രോഡ് വഞ്ചനകൾ കാണിക്കാം ലോവർ പ്രൊഡക്ടിവിറ്റി ഉത്പാദനക്ഷമത കുറയാം എന്തെങ്കിലും ക്രൈമുകൾ കാണിക്കാം ആൻഡ് വയലൻസ് അക്രമം എന്നിവയുടെ രൂപങ്ങളില് ഈ നെഗറ്റീവ് എഫക്ട് കാണിക്കാൻ പറ്റും അണ്ടർലൈൻ ചെയ്തോട്ടാ നെഗറ്റീവ് എഫക്ട് ഇൻ ദ ഫോം ഓഫ് അപ്പൊ ഈ രീതിയിലൊക്കെ ഇതൊക്കെ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളല്ലേ അല്ലേ ആബ്സെന്റ് ആവുക കാലതാമസം വരെ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ അതിന് താമസം വരെ പെട്ടെന്ന് ചെയ്യേണ്ടതായിരിക്കും പക്ഷെ നോർമൽ ഒരു ഇതല്ലല്ലോ അപ്പൊ താമസം വരാം ടേൺ ഓവർ ആവാം ആറ്റിറ്റ്യൂഡ് ഇഷ്യൂസ് ഉണ്ടാകാം ഫ്രോഡ് വഞ്ചനപരമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാകാം ലോവർ പ്രൊഡക്ടിവിറ്റി ക്രൈം ആൻഡ് വയലൻസ് 2 സെന്റൻസും അണ്ടർലൈൻ ചെയ്തിട്ടാണ് കേട്ടോ രണ്ടാമത്തെ സെന്റൻസും കൂടി അണ്ടർലൈൻ ചെയ്തു അവിടെ നോക്കി ഇനി നെക്സ്റ്റ് നോക്കിയേ employers are aware that the ability of the person to perform the job effectively and efficiently get reduced with the use of illegal drugs. എന്ത് ചെയ്യണം
എംപ്ലോയർ നമ്മള് എംപ്ലോയറിന് ഒരു അവെയർ ആയിരിക്കണം എന്തിനെ കുറിച്ച്, എബിലിറ്റി ഓഫ് ദ പേഴ്സൺ, ആ പേഴ്സന്റെ കഴിവുകൾ എന്തിനാ ടു പെർഫോം ദ ജോബ് എഫക്റ്റീവ്ലി ആൻഡ് എഫിഷ്യന്റ്ലി, കാര്യക്ഷമമായിട്ടും ഫലപ്രദമായിട്ടും ജോലി ചെയ്യാനുള്ള ആ കഴിവ് അല്ലെ, അതെങ്ങനെ ഇത് ആ ഇല്ലീഗൽ ഡ്രഗ്സ് അതിന്റെ ഉപയോഗം കുറച്ചുകൊണ്ട് എങ്ങനെ നമുക്ക് എഫിഷ്യന്റ് ആയിട്ട് എഫക്റ്റീവ് ആയിട്ട് ജോലി നിർവഹിക്കാം എന്ന് അങ്ങനെ ചെയ്യാനുള്ള കാൻഡിഡേറ്റ്സിന്റെ എബിലിറ്റിനെ കുറിച്ച് അവെയർ ആയിരിക്കണം. Employers will responsible in situation where drug abusing employee causing harm to other to the company's property. ശരിയല്ലേ? എംപ്ലോയറിന് ഉത്തരവാദിത്തം പറയുന്നുണ്ട്, എംപ്ലോയറിനാണ് ഉത്തരവാദിത്തം. in the situation where the drug abusing employee caused harm to others or to the company property, മറ്റുള്ളവർക്ക് എന്തെങ്കിലും ഡ്രഗ് ഉപയോഗിക്കുന്ന അബ്യൂസ് ചെയ്യുന്ന ഡ്രഗ് അബ്യൂസിങ് എംപ്ലോയി, ഡ്രഗ്സ് ഉപയോഗിക്കുന്ന എംപ്ലോയി ആ മറ്റുള്ള ആളുകൾക്കോ അല്ലെങ്കിൽ കമ്പനിയുടെ പ്രോപ്പർട്ടിക്കോ എന്തെങ്കിലുമൊക്കെ കേടുപാടുകൾ വരുമോ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി ആർക്കാണാണ് ഉത്തരവാദിത്തം? എംപ്ലോയർ അതിന്റെ ഉത്തരവാദിത്തപ്പെട്ട ഒരാളാണ് അതിന്. അങ്ങനെയുള്ള സാഹചര്യങ്ങൾ വരികയാണെങ്കിൽ ഇനി അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ടോ കേട്ടോ. ഡാഷ് വിൽ ബി റെസ്പോൺസിബിൾ എന്നുള്ളത് ചോദിക്കാം. Many employers demand that the job candidates undergo drug test. മിക്ക എംപ്ലോയറും ഡിമാൻഡ് ചെയ്യുന്നുണ്ട് എന്താണ്, ഡ്രഗ് ടെസ്റ്റ് നടത്തണം. ജോബ് കാൻഡിഡേറ്റ്സ് അണ്ടർഗോ ഡ്രഗ് ടെസ്റ്റ് എന്നുവെച്ചാൽ അവർക്ക് അല്ലെങ്കിൽ പിന്നീട് അതിന് ഉത്തരവാദിത്തം പറയാൻ പറ്റൂല അല്ലെ. അപ്പൊ അതുകൊണ്ട് എക്സാമിനേഷനിൽ ഈ ഡ്രഗ് ടെസ്റ്റ് കൂടി വേണം, ഡ്രഗ് ടെസ്റ്റ് നടത്തണം എന്നുള്ളത് അത് മിക്ക എംപ്ലോയറും ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. Then employers have the option to reject the candidates who refuse to undergo the drug test. ഈ ഒരു കാര്യം കൂടി പറയണ്ട, എംപ്ലോയറിനോട് ഒരു ഓപ്ഷൻ കൊടുക്കണ്ട. എന്താ ഒരു ഓപ്ഷൻ ഉള്ളത്? To reject the candidates who refuse to undergo drug test. ഡ്രഗ് ടെസ്റ്റുകൾ റിഫ്യൂസ് ചെയ്യുന്ന നിരസിക്കുന്ന കാൻഡിഡേറ്റ്സ്. എനിക്ക് ഇപ്പൊ നമ്മളോടെ ഡ്രഗ് ടെസ്റ്റ് പറയാണ്, അപ്പൊ പറയാണ് അയ്യോ എനിക്ക് ചെയ്യാനൊന്നും പറ്റൂല, അങ്ങനെ അത് വേണ്ടാന്ന് റിഫ്യൂസ് ചെയ്യാൻ നിരസിക്കുന്ന കാൻഡിഡേറ്റ്സിനെ എന്ത് ചെയ്യാൻ പറ്റും? റിജക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ എംപ്ലോയറിന് അവിടെ ഉണ്ട്. ക്ലിയർ ആയോ നോക്കിയാൽ ഡ്രഗ് ടെസ്റ്റിംഗ് ഒന്ന് വായിച്ചിരിക്കേ. ഓക്കെ, അടുത്തത് നോക്കാം നമുക്ക്. സ്ട്രെങ്ത് ആൻഡ് ഫിറ്റ്നസ് ടെസ്റ്റിംഗ്. ഇനി അടുത്തതാണ് നമ്മൾ ഫിസിക്കൽ എക്സാമിനേഷനിൽ അത് വരുന്നതാണ് കേട്ടോ. മെത്തേഡ് ഓഫ് ഫിസിക്കൽ എക്സാമിനേഷനിൽ അടുത്തതാണ് സ്ട്രെങ്ത് ആൻഡ് ഫിറ്റ്നസ് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. It is important for the employer to examine the strength or fitness of the candidates for the physically demanding job. ഇനി ചില ജോലിക്ക് അവിടെ ഫിസിക്കൽ സ്ട്രെങ്ത് വേണം. എക്സാമ്പിൾ പറയാമോ? ഫിസിക്കൽ സ്ട്രെങ്ത് വേണം. ഇവിടെ കുറച്ചിത് പറഞ്ഞേക്കട്ടെ, നമ്മള് ഈ അണ്ടർ വാട്ടർ ഡിമോളിഷൻ ഡൈവേഴ്സ് അല്ലെ, നമ്മള് സ്റ്റീൽ വർക്കേഴ്സ്, ക്രാഫ്റ്റ് വർക്കേഴ്സ്, അങ്ങനെ പോലീസിന്റെ ഇതൊക്കെ ആണെങ്കിൽ നമ്മൾ ഫിസിക്കൽ എക്സാമിനേഷൻ മസ്റ്റ് ആണ് അല്ലെ. അപ്പൊ അങ്ങനെ ഫിസിക്കലി ഡിമാൻഡിങ് ജോബില് ഫിറ്റ്നസ് നമ്മൾ നോക്കാം. സ്ട്രെങ്ത് ഓർ ഫിറ്റ്നസ് ഓഫ് ദ കാൻഡിഡേറ്റ്സ്. അപ്പൊ അത് എക്സാമിൻ ചെയ്യുക എന്നുള്ളത് എന്താ പറയാ ഇമ്പോർട്ടന്റ് ആണ് എംപ്ലോയറിനെ സംബന്ധിച്ച്. ഈസ് ഇമ്പോർട്ടന്റ് ഫോർ ദ എംപ്ലോയർ ടു എക്സാമിൻ ചെയ്യണം, അത് പരിശോധിക്കണം. എന്താ സ്ട്രെങ്ത് ആൻഡ് ഫിറ്റ്നസ് പരിശോധിക്കണം. എങ്ങനെയുള്ളത്? എല്ലാ ജോലിക്കും വേണ്ട. എങ്ങനെ? ഫോർ ദ ഫിസിക്കലി ഡിമാൻഡിങ് ജോബ്. അണ്ടർലൈൻ ചെയ്യണം ഫസ്റ്റ് സെന്റൻസ്. Almost all the police and the fire department conduct fitness test for the candidates. എല്ലാ പോലീസ് ഫയർ ഡിപ്പാർട്ട്മെന്റ് കണ്ടക്ട് ഫിറ്റ്നസ് ടെസ്റ്റ്, സ്ട്രെങ്ത് ആൻഡ് ഫിറ്റ്നസ് ടെസ്റ്റ് അവരുടെ കാൻഡിഡേറ്റ്സിന് ചെയ്യോ?
നമ്മൾ ആദ്യം പറഞ്ഞില്ലേ, പോലീസിന്റെ കാര്യം പറഞ്ഞില്ലേ, അവിടെ ഫിസിക്കൽ നടത്തി ഫിസിക്കലി അവരുടെ ബോഡി അവര് ഇതായിരിക്കണം. ലിമിറ്റ് മാത്രം പോരാ, ടെസ്റ്റ് മാത്രം പാസ്സായാൽ പോരല്ലോ. അവിടെ കള്ളന്റെ പുറകെ ഓടി പിടിക്കാനായിട്ട് ഇത് വേണ്ട, അല്ലെങ്കിൽ കള്ളൻ നമ്മൾ ഇടിച്ചിട്ടു അല്ലേ, ഇല്ലേ? ഫിസിക്കൽ എക്സാമിനേഷൻ നടത്താതെ ഒരു ആരോഗ്യമുള്ള ഒരാളെ, നല്ല ബ്രില്യന്റ് ആണ് ആള്, എക്സാമിന് നല്ല മാർക്ക് സ്കോർ ചെയ്തു, ശരി. പക്ഷെ ഫിസിക്കൽ എക്സാമിനേഷൻ ചെയ്യാതിരുന്നു കഴിഞ്ഞാല് കള്ളം വന്ന് രണ്ടിടി ഇടിച്ച പോലീസിനെ അവിടെ ഇട്ടു, ശരിയാണോ? നല്ല ശക്തി വേണ്ടേ പോലീസിന്? അതിനുള്ള നല്ല ഇടി കൊടുക്കാനുള്ള ശക്തി വേണ്ട പിള്ളേരെ, വേണോ വേണ്ടിയോ? ശരി, വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നോക്കിയാ അങ്ങനെ പോലീസ്, അതൊരു ഫയർ ഡിപ്പാർട്ട്മെന്റും ഇതൊക്കെ അവരെന്ത് ചെയ്യുന്നു, കണ്ടക്ട് ഫിറ്റ്നസ് ടെസ്റ്റ് ഫോർ ദ കാൻഡിഡേറ്റ്സിന് ഫിറ്റ്നസ് ടെസ്റ്റ് നടത്തുന്നുണ്ട്. ഫോർ സ്റ്റീൽ വർക്കേഴ്സ്, അണ്ടർ വാട്ടർ ഡിമോളിഷൻ ഡൈവേഴ്സ്, വെള്ളത്തിന്റെ അടിയിലൊക്കെ അതിനൊക്കെ അതിൻ്റെതായ ഒരു ഇത് വേണം, ഇത്ര ബ്രീത്തിങ് കപ്പാസിറ്റി അങ്ങനെയുള്ളതൊക്കെ വേണം അവിടെ. Okay, and the telephone and the outdoor craft workers, studies have shown that strength and fitness are positively linked to good training completion and negatively related to the occurrence of the lower back injuries. Okay, studies have indicated that a person maximum oxygen uptake, പഠനങ്ങൾ പറയുന്നത് maximum aerobic power എത്രയായിരിക്കണം, should be at least 2.5 times the amount needed to continuous basis over 8 hour shift. ഞാൻ പറയാം, ഒരു വ്യക്തിയുടെ പരമാവധി ഓക്സിജൻ അപ്ടേക്ക് എടുക്കാൻ പറ്റുന്നത് 8 മണിക്കൂർ ഷിഫ്റ്റിൽ ആവശ്യമായത് കുറഞ്ഞത് അറ്റ്ലീസ്റ്റ് 2.5 മടങ്ങ് ആയിരിക്കണം എന്നാണ് പഠനങ്ങൾ പറയുന്നത്. Okay, as the result, person's ability to perform challenging job for the short period of time does not inherently imply that they are fit to perform same job all the day. ഒരു വ്യക്തിക്ക് കുറച്ച് സമയത്തേക്ക് ഒരു ചലഞ്ചിങ് ജോലി, കുറച്ച് സമയം മതി, കുറച്ച് സമയത്തേക്ക് ഒരു ചലഞ്ചിങ് നിറഞ്ഞ ജോലി ചെയ്യാനുള്ള കഴിവ്, അയാളുടെ ഒരു ദിവസം മുഴുവനും ജോലി ചെയ്യാൻ അവർ യോഗ്യനാണെന്ന് അർത്ഥമാക്കുന്നില്ല, ശരിയല്ലേ? ഒരു മണിക്കൂർ നല്ലൊരു ചലഞ്ചിങ് ജോലി ചെയ്യാനുള്ളത് കൊടുക്കും, അത് അയാൾ ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് ആ ദിവസം മുഴുവനും അവർക്ക് അങ്ങനെ ജോലി ചെയ്യാൻ പറ്റുമെന്ന് അവിടെ അർത്ഥം വരുന്നുണ്ടോ? ഇല്ല, അല്ലേ? അർത്ഥമാക്കുന്നില്ല. അടുത്ത് നോക്കിയേ, ഇതൊക്കെ ഒന്ന് വായിച്ച് മനസ്സിലാക്കി വെക്കാം കേട്ടോ. ഫസ്റ്റ് സെന്റൻസ് അവിടെ അണ്ടർലൈൻ ചെയ്തിടാം, അത് ഏതാണെന്ന് ചോദിക്കാം. ഫിസിക്കൽ ഡിമാൻഡിങ് ജോബിന് സ്ട്രെങ്ത് ആൻഡ് ഫിറ്റ്നസ് ടെസ്റ്റ് മസ്റ്റ് ആണ്. പോലീസ്, ഫയർ ഡിപ്പാർട്ട്മെന്റ് അവരുടെ കാൻഡിഡേറ്റ്സിന് അത് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ അവിടെ അതൊക്കെ പറഞ്ഞേക്കുന്നത് ഇത്ര കാര്യങ്ങളൊക്കെ, സ്റ്റീൽ വർക്കേഴ്സ് എന്നുള്ളതൊക്കെ. ഇനി നോക്കിയേ, it is possible to assemble a series of valid physical tests. The technique is based on the detailed job analysis followed by the development of accurate stimulation of the job activities. A firefighter, example, would have to drag a 175-pound person down a flight of stairs, and a cop might have to run a mile faster than offender he or she is chasing while wearing 10 pounds of gear and body armor. എന്ന് വെച്ചാൽ നമ്മൾ ഒരു എക്സാമ്പിൾ പോലെ പറഞ്ഞേട്ടോ. നമുക്ക് അപ്പൊ നമ്മൾ പറഞ്ഞു, ഒരു ഫയർ ഫൈറ്റർ 175 പൗണ്ട് ഭാരമുള്ള ഒരാളെ പിടികൂടി വലിച്ചരിച്ച് താഴേക്ക് കൊണ്ടുവരാം. ഇവിടെ പറഞ്ഞേക്കെ നോക്കിയേ, ഇറ്റ് ഈസ് പോസിബിൾ ടു അസംബിൾ എ സീരീസ് ഓഫ്, അതായത് നമ്മൾ എന്താണ് ആ ഫിസിക്കൽ ടെസ്റ്റുകൾ നമ്മൾ ഇങ്ങനെയുള്ള ജോലിക്ക് നിർബന്ധമാണ്, അത് സാധ്യമാണ്. ടു അസംബിൾ എ സീരീസ് ഓഫ് ഫിസിക്കൽ ടെസ്റ്റ്. ഈ ടെക്നിക്ക് എന്തിനാ ബേസ് ചെയ്തേക്കുന്നത്? ബേസ്ഡ് ഓൺ ദ ഡീറ്റെയിൽ ഓഫ് ജോബ് അനാലിസിസ് ഫോളോഡ് ബൈ ദ ഡെവലപ്മെന്റ് ഓഫ് ആക്യുറേറ്റ് സിമുലേഷൻ ഓഫ് ദ ജോബ് ആക്ടിവിറ്റീസ്. ജോലിയുടെ ഡീറ്റെയിൽസ് വിശകലനം ചെയ്തിട്ട് അതിന് വേണ്ട ഫിസിക്കൽ ടെസ്റ്റ് ആയിരിക്കണം നമ്മള് അത് കണ്ടക്ട് ചെയ്യാനായിട്ട്, അത് ആക്യുറേറ്റ് ആയിരിക്കണം.
accurate simulation of the job activities. ജോലിയുടെ ആ ഒരു എന്താ പറയാ ഡീറ്റെയിൽസ്, എന്ത് ജോലിയാണ് അതിന്റെ ഡീറ്റെയിൽസ് വിശകലനം ചെയ്തുകൊണ്ട് അതിന് വേണ്ട ഫിസിക്കൽ ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുക. അതിന് വേണ്ടിയിട്ടുള്ള ഫിസിക്കൽ ടെസ്റ്റ് ആയിരിക്കണം കണ്ടക്ട് ചെയ്യേണ്ടത്. ഇവിടെ ഫയർ ഫൈറ്ററിന്റെ കാര്യം അവിടെ പറഞ്ഞിട്ടുള്ളത്. ആ ഫയർ ഫൈറ്ററിന് 175 പൗണ്ട് ഭാരമുള്ള ഒരാളെ പിടികൂടി ചിലപ്പോ അവരെ താഴേക്ക് വലിച്ചഴിച്ച് കൊണ്ടുപോകേണ്ട വരാം. ഒരു പോലീസുകാരൻ വേണമെങ്കിൽ 100 പൗണ്ട് ഗിയറും ബോഡി കവചവും ധരിച്ച കുറ്റവാളിയെ പിന്തുടരാനായിട്ട് ചിലപ്പോ അവരെക്കാളും 1 മൈൽ ദൂരത്തിന് ഓടേണ്ടി വരാം. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ, അതായത് നമ്മൾ കള്ളനെ ഓടിക്കഴിഞ്ഞാൽ കള്ളന്റെ എന്താ പറയാ പുറകെ ഓടിയിട്ട് കാര്യമില്ല. കള്ളനെ പിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? കള്ളനെക്കായും മുന്നിട്ട് അതിനേക്കായും മുന്നിട്ട് ഓടിയാലല്ലേ അത് പറ്റുള്ളൂ. അതിനേക്കാളും നമുക്ക് മുന്നിട്ട് ഓടിയാൽ മാത്രമാണ് അത് നമുക്ക് പിടിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അത് കുറച്ചും കൂടി ഇങ്ങനെയുള്ള ഇതിലൊക്കെ എന്ത് വേണം? 2 എക്സാമ്പിൾ അവിടെ പറഞ്ഞിരുന്നു കേട്ടോ. ഫയർ ഫൈറ്ററിന്റെ കാര്യം, പിന്നെ അതുപോലെ തന്നെ നമ്മൾ ആ അണ്ടർ വാട്ടർ ഡിവോഷൻ, അത് ആ ബ്രീത്തിങ്ങിന്റെ ആ എയറോബിക് പവർ ഇത്രയും വേണം. അതാണ് ആ 2 എക്സാമ്പിൾ പറഞ്ഞിരുന്നത്. ജസ്റ്റ് ഒന്ന് വായിച്ചു വെച്ചാൽ മതി കേട്ടോ. Okay, it is possible to use a proactive method for evaluating validation, objective measure of heart rate, oxygen uptake, and other health metrics among current employees can also be included in this process. Okay, now that so it is possible to use proactive method. Proactive method നമ്മൾ ഉപയോഗിക്കേണ്ടത് സാധ്യമായിട്ടുള്ള പോസിബിൾ ആണ്. എന്തിനു വേണ്ടി? ഇവാലുവേറ്റിംഗ് വാലിഡേഷൻ, ഒബ്ജക്റ്റീവ് മെഷർമെന്റോ നമ്മൾ ഹാർട്ടിന്റെ റേറ്റുകൾ, ഹാർട്ട് റേറ്റ് എത്ര പ്രാവശ്യം അത് ഹാർട്ട് ഇരിക്കുന്നുണ്ട്, ആ ഒരു റേറ്റ് ഇത്ര ഒരു മിനിറ്റില് ഇത്ര ഇത് എന്നുള്ള ആ ഒരു ഇത്. പിന്നെ അതുപോലെ തന്നെ ഓക്സിജൻ അപ്ടേക്ക്, ആ ഒരു കപ്പാസിറ്റി, അതുപോലെ തന്നെ ഹെൽത്ത് മെട്രിക്സ്, ഇതൊക്കെ എന്താണ് കറന്റ് എംപ്ലോയി ക്യാൻ ബി ഓൾസോ. ഇതെല്ലാവരും ഈ ഒരു പ്രോസസ്സിൽ സ്ട്രെങ്ത് ആൻഡ് ഫിറ്റ്നസ് ടെസ്റ്റ് ഈ ഒരു പ്രോസസ്സിൽ ഇൻക്ലൂഡ് ചെയ്യും. This knowledge should form in the basis of selecting test of endurance, flexibility, strength and aerobic ability as well as for determining cut-off points. അപ്പൊ അതിനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പൊ അവർക്കടാ ഇത് നോക്കും, സഹിഷ്ണുത, എൻഡ്യൂറൻസ്, ഫ്ലെക്സിബിലിറ്റി നോക്കും, സ്ട്രെങ്ത്, അതുപോലെ തന്നെ എയറോബിക് എബിലിറ്റി നോക്കും. ഇതൊക്കെ നിർണ്ണയിക്കുന്നു, കട്ട് ഓഫ് പോയിന്റ്സ് നിർണ്ണയിക്കുന്നു. അപ്പൊ അതിന് നല്ല ആക്ട് ആയിട്ടുള്ളവർക്കാണ് നമ്മൾ അല്ലെ അത് അങ്ങനെ പ്രത്യേകം നോട്ട് ചെയ്യണം. അപ്പൊ അങ്ങനെയുള്ള കട്ട് ഓഫ് പോയിന്റ് ഇതിനെ ബേസ് ചെയ്തിട്ടാണെന്ന്. ഫ്രീക്വന്റ് ഫിസിക്കൽ ടെസ്റ്റിംഗ് നെഗറ്റീവ്ലി ഇമ്പാക്ട് ഫീമെയിൽ കാൻഡിഡേറ്റ്സ്. ഇനി ഇതുപോലെ തന്നെ ഇപ്പൊ ഈ ബോയ്സിന് കൊടുക്കുന്ന അത് തന്നെ നമുക്ക് ഫീമെയിൽസിന് നമുക്ക് അത്രയും ഇതാവണമെന്നില്ല. അവർക്ക് അതിന്റെ ഒരു വേരിയേഷൻസ് വന്നില്ലേ? ഫീമെയിൽസിന്റെ കാര്യത്തിലാകുമ്പോൾ ഫ്രീക്വന്റ് ഫിസിക്കൽ ടെസ്റ്റിംഗ് നെഗറ്റീവ്ലി ഇമ്പാക്ട് ചെയ്യുന്നുണ്ട് ഫീമെയിൽ കാൻഡിഡേറ്റ്സിന്. ഇപ്പൊ അവർക്ക് അത്രയും ഇത് തന്നെ ഫീമെയിൽസിന് വരുമോ? ഇപ്പൊ ചെസ്റ്റ് തന്നെ ആയിക്കോട്ടെ, ചെസ്റ്റിന്റെ ഇതൊക്കെ നമുക്ക് ആ ഒരു ഇതൊക്കെ നമ്മൾ നോക്കുമ്പോൾ അത് മെയിൽസിനും ഫീമെയിൽസിനും കുറച്ച് വ്യത്യാസം വരും. അപ്പൊ ഫിസിക്കൽ ടെസ്റ്റില് അതുപോലെ തന്നെ ഫീമെയിൽസിന് കൊടുത്താൽ അതൊരു നെഗറ്റീവ് ഇമ്പാക്ട് ആയിരിക്കും. ഇല്ല, അങ്ങനെയല്ലേ? മെയിൽസിനും ഫീമെയിൽസിനും പ്രത്യേകം ആ ഒരു ഡിഫറൻസ് എന്തായാലും വരുന്നുണ്ട് ചെറിയ രീതിയിൽ ഇല്ലേ? ഫിസിക്കൽ എക്സാമിനേഷൻ സ്ട്രെങ്ത് ഇതൊക്കെ നോക്കുമ്പോൾ മെയിലിനെ പോലെ അത്രയും നമ്മളുടെ ഇത് വരില്ല. അപ്പൊ അങ്ങനെ തന്നെ വരികയാണെങ്കിൽ അവിടെ നെഗറ്റീവ്ലി ഇമ്പാക്ട് വരും. Therefore, the employer should carefully establish and determine the validity and the cut-off score of the test. അപ്പൊ അതുകൊണ്ട് തന്നെ എംപ്ലോയർ എന്ത് ചെയ്യണം? ശ്രദ്ധാപൂർവം തന്നെ ടെസ്റ്റിന്റെ വാലിഡിറ്റി, സാധ്യതയും അതുപോലെ തന്നെ കട്ട്-ഓഫ് സ്കോറുകളും ഒക്കെ കട്ട്-ഓഫ് പോയിന്റുകളും ഒക്കെ നോക്കണം. അതിന് എംപ്ലോയർ ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട്. ഇപ്പൊ മെയിൽസിന് വെച്ച് നോക്കുമ്പോൾ ഫീമെയിൽസിന് കട്ട്-ഓഫ് പോയിന്റ് അവിടെ കുറവായിരിക്കും. മെയിൽസിന് വെച്ച് ഫീമെയിൽസിന് നോക്കുമ്പോൾ കട്ട്-ഓഫ് പോയിന്റ് കുറവായിരിക്കും. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യണം? Therefore, the employer എന്ത് ചെയ്യണം? Should carefully establish and determine the validity and the cut-off score of the test. ടെസ്റ്റിന്റെ വാലിഡിറ്റി cut-off score നിർണ്ണയിക്കണം. ക്ലിയർ ആയോ? ഡ്രഗ് ടെസ്റ്റിംഗ് എന്തിനായിരുന്നു?
നമ്മൾ പറഞ്ഞത് മെത്തേഡ് ഓഫ് ഫിസിക്കൽ എക്സാമിനേഷൻ ആണ്. അതിൽ നിന്ന് നമ്മൾ രണ്ടെണ്ണം നോക്കിയത് ഡ്രഗ് ടെസ്റ്റിങ്ങും അതുപോലെ തന്നെ രണ്ടാമത്തെ സ്ട്രെങ്ത് ആൻഡ് ഫിറ്റ്നസ് ടെസ്റ്റിംഗും ആണ്. ഡ്രഗ് ടെസ്റ്റിംഗ് എന്തിനാ നടത്തുന്നത്? നമ്മുടെ എംപ്ലോയർ നമ്മളിപ്പോ എന്താ പറയാ, അവര് ആ ജോലി സ്ഥലത്ത് ഡ്രഗ്സ് അബ്യൂസ് എന്തെങ്കിലും ഇത് ചെയ്യുന്നത് മൂലം അവിടെ ഉണ്ടാകുന്ന എന്തെങ്കിലും സാഹചര്യങ്ങളോ മറ്റുള്ള എംപ്ലോയറിന് ഉണ്ടാക്കാവുന്ന ഈ അങ്ങനെയുള്ള ആ പ്രോബ്ലംസ് അതിൽ നിന്നൊക്കെ നമുക്ക് ഫ്രീ ആവാനായിട്ടാണ് ഡ്രഗ് ടെസ്റ്റിംഗ് നടത്തുന്നത്. അത് എന്തായാലും നോട്ട് ചെയ്ത് വെച്ചോ കേട്ടോ. Reducing the negative effect of substance addiction in the workplace is the main objective of drug testing. ആ സെന്റൻസ് അണ്ടർലൈൻ ചെയ്തിട്ടില്ലേ? അതിനത് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് തന്നെയാണ് ആ ഒരു പാരഗ്രാഫ്. ഇപ്പൊ എല്ലാവരും നമ്മളത് നോക്കേണ്ട കുറച്ച് എക്സാമ്പിളുകളും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ആ നെഗറ്റീവ് എഫക്റ്റ് ഡ്രഗ് ടെസ്റ്റ് ഇത് യൂസ് ചെയ്യുന്നത് മൂലം ഉണ്ടാകുന്ന ആ നെഗറ്റീവ് ഇഫക്റ്റുകൾ അതും കൂടി ഒന്ന് നോക്കിയേക്കാം കേട്ടോ. Absenteeism, tardiness, turnover, attitude issues, fraud and over productivity, crime and violence. പിന്നെ എംപ്ലോയർ അവിടെ അവെയർ ആയിരിക്കണം. ഏതാണ് ആ വ്യക്തിയുടെ എബിലിറ്റി, ആ ജോലി ഫലപ്രദമായിട്ടും കാര്യക്ഷമം ചെയ്യാനായിട്ടുള്ളത്. അതെങ്ങനെ? ആ ഇല്ലീഗൽ ഡ്രഗ്സിന്റെ ഉപയോഗം കുറച്ചുകൊണ്ട് എഫിഷ്യന്റ് ആയിട്ട് എഫക്റ്റീവ് ആയിട്ട് പെർഫോം ചെയ്യാനുള്ള പേഴ്സന്റെ എബിലിറ്റി, എബിലിറ്റിനെ കുറിച്ച് എംപ്ലോയർ അവെയർ ആയിരിക്കണം. ഓക്കെ. പിന്നെ അടുത്തത് സ്ട്രെങ്ത് ആൻഡ് ഫിറ്റ്നസ് ടെസ്റ്റ് ആണ് പറഞ്ഞത്. അപ്പൊ അതിനകത്ത് ഒന്നാമത്തെ സെന്റൻസ് അണ്ടർലൈൻ ചെയ്തിടാം. ഏത് ജോബിനാണ്, ഏത് ജോലിക്കാണ് നമ്മൾ സ്ട്രെങ്ത് ആൻഡ് ഫിറ്റ്നസ് ടെസ്റ്റ് പറയുന്നത്? ഏത് ചോദിക്കാം? ഫിസിക്കലി ഡിമാൻഡിങ് ജോബ്. എല്ലാ ജോലിയും വേണ്ട, നമ്മൾ പറഞ്ഞില്ല ഡിപ്പെൻഡിങ് അപ്പോൺ ദ ജോബ് എന്ന് പറഞ്ഞില്ലേ. അതായത് ഫിസിക്കലി ഡിമാൻഡിങ് ജോബില് അവിടെ കാൻഡിഡേറ്റ്സിന്റെ സ്ട്രെങ്ത് ഫിറ്റ്നസ് എന്തായാലും എംപ്ലോയർ എക്സാമിൻ ചെയ്യണം. ആ ഒരു ഇതിനകത്ത് ആ സെന്റൻസ് ഞാൻ ഹൈലൈറ്റ് ചെയ്തിട്ടില്ലേ? ആ ഫസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്തിട്ടാണ്. അത് നമ്മൾ പോലീസ് ഫയർ ഡിപ്പാർട്ട്മെന്റ് ഒക്കെ അവരുടെ കാൻഡിഡേറ്റ്സിന് ഇത് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ എക്സാമ്പിളുകളൊക്കെയാണ് പറഞ്ഞത്. അതായത് അണ്ടർ വാട്ടർ ഡിമോഷൻ ഡൈവേഴ്സ്, അവർക്ക് ആ ബ്രീത്തിങ് എയറോബിക് പവർ ഒക്കെ 8 അവർ ഷിഫ്റ്റില് 2.5 ടൈംസ് ഒക്കെ ആയിരിക്കണം, അത്രയും ആയിരിക്കണം. പിന്നെ അതുപോലെ തന്നെ പിന്നെ നമ്മുടെ ആ പോലീസിന്റെ കാര്യമൊക്കെ പറഞ്ഞു അല്ലേ? ഈ എന്താണ് ഫയർ ഫൈറ്റർ 175 പൗണ്ട് ഉള്ള വ്യക്തിനെ സ്റ്റെയറിലൂടെ ചിലപ്പോ വലിച്ചയച്ചു കൊണ്ടുപോകാം. അപ്പൊ അതിനുള്ള സ്ട്രെങ്ത് വേണം. പിന്നെ അതുപോലെ തന്നെ ഒരു പോലീസുകാരൻ 10 പൗണ്ട് ഗിയറും ബോഡി കവചവും ധരിച്ച ആ ഒരു കുറ്റവാളിയെ പിന്തുടരാനായിട്ട് 1 മൈല് അതിനേക്കാളും ദൂരത്തിൽ പോകേണ്ടതില്ല. അപ്പൊ അത് അങ്ങനെ ആ 2 എക്സാമ്പിളും ആണ് പിന്നെ അവിടെ പറഞ്ഞത്. പിന്നെ അടുത്തത് ഈ ഇതിന്റെ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞ എന്താ? ഹാർട്ട് റേറ്റ്, ഓക്സിജൻ അപ്ടേക്ക്, അതർ ഹെൽത്ത് മെട്രിക്സ് ഇതൊക്കെ മെഷർ ചെയ്യുക എന്നുള്ളതാണ്. ഓൾസോ അതൊക്കെ എന്താണ് among the current employee also be included in this process. ഇതിനകത്ത് ഇതിനെ കുറിച്ചുള്ള ആ നോളജ് എന്ന് പറഞ്ഞ സെലക്ടീവ് ടെസ്റ്റ് ഓഫ് എൻഡ്യൂറൻസ്, ഫ്ലെക്സിബിലിറ്റി, സ്ട്രെങ്ത്, എയറോബിക് എക്വിറ്റി, അതൊക്കെ ആണ് ഇതിന്റെ കട്ട് ഓഫ് പോയിന്റ് നിർണ്ണയിക്കുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞു അത് തന്നെ ഫീമെയിലിൽ വന്നാൽ അവിടെ ഒരു നെഗറ്റീവ്ലി ഇമ്പാക്ട് ഇതാകും. അപ്പോൾ എംപ്ലോയർ എന്ത് ചെയ്യണം? ഷുഡ് കെയർഫുള്ളി എസ്റ്റാബ്ലിഷ് ആൻഡ് ഡിറ്റർമിൻ ദ വാലിഡിറ്റി ആൻഡ് കട്ട് ഓഫ് സ്കോർ ഓഫ് ദ ടെസ്റ്റ്. ടെസ്റ്റിന്റെ വാലിഡിറ്റി കട്ട് ഓഫ് സ്കോറും എംപ്ലോയർ ഡിറ്റർമിൻ ചെയ്യണം. അതായത് എന്താ പറഞ്ഞേക്കണേ? ആ കട്ട് ഓഫ് പോയിന്റ് ഫീമെയിൽസിലാണെങ്കിൽ കട്ട് ഓഫ് പോയിന്റ് കുറവായിരിക്കും. ഓക്കെ. ഇനി അടുത്തത് HIV ആൻഡ് AIDS ടെസ്റ്റിംഗ് ആണ്. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഓക്കെ. ഇന്ന് പഠിച്ചത് ഒക്കെ ഒന്ന് വായിച്ചു നോക്കണം കേട്ടോ. ക്ലാസ് വൈൻഡപ്പ് ചെയ്തോട്ടെ. വായിക്കണില്ലേ നിങ്ങള്? വായിച്ചു പോണില്ലേ? ഇതൊക്കെ ഇപ്പൊ ലാസ്റ്റ് എന്ന് പറഞ്ഞ കുറെയൊക്കെ ഉണ്ട്. അപ്പൊ നമ്മളത് കുറെ കാര്യങ്ങൾ നമ്മൾ അത് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാക്കി വെക്കാം. പിന്നെ അണ്ടർലൈൻ ചെയ്യണതും അത് ഫോക്കസ് ചെയ്ത് അതിനെ നോക്കുക. പിന്നെ അതിൽ കൂടുതൽ നമുക്ക് അതിനകത്ത് എന്താ പറഞ്ഞേക്കുന്നത് ആ കാര്യങ്ങൾ മനസ്സിലാക്കാം. നമ്മളിപ്പോ ഓരോ സെന്റൻസും നമുക്കിപ്പോ എന്താ പറയാ ബൈഹാർട്ട് ചെയ്യാനൊന്നും പറ്റില്ല. അപ്പൊ അത് കാര്യങ്ങൾ വ്യക്തമാക്കി മനസ്സിലാക്കി വെക്കാം. മോക്ക് ടെസ്റ്റുകൾ തരുന്നതൊക്കെ കൃത്യമായിട്ട് ചെയ്യുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് തന്നെ ചെയ്തു പോവുക.
ബാക്കിയിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇടയ്ക്ക് ഞാൻ ഒരു 5 മിനിറ്റ് ഒക്കെ കൂടുതൽ എടുക്കും കേട്ടോ. ഞാൻ പറഞ്ഞായിരുന്നല്ലോ അല്ലെ, ഇടയ്ക്ക് നമുക്ക് ഇതൊന്ന് ഹോസ്റ്റലൊക്കെ കുറച്ചിട്ട് നമുക്ക് ഇനി കുറച്ച് ക്ലാസ്സുള്ളൂ. ഞാൻ ആഴ്ചയിൽ ഒരു ക്ലാസ്സിന്റെ കയറുന്നുള്ളൂ. അതുകൊണ്ടാണ് ഒരു ചിലപ്പോൾ 10 മിനിറ്റ് ഒക്കെ കൂടുതൽ എടുക്കാം. ഇന്നത്തെ എടുക്കുന്നില്ല, ക്ലാസ് ഉണ്ട്. ഓക്കെ, എന്ന ക്ലാസ് ഞാൻ വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. ഓക്കെ, താങ്ക് യു.